നമസ്കാരം. എല്ലാവർക്കും 2025 സ്വാഗതം. 2025 നിങ്ങൾക്ക് ധാരാളം പുതിയ കഥകൾ കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു. സന്തോഷവും സാഹോദര്യവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു നല്ല പുതുവർഷം, ഒരു നല്ല 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നമുക്ക് കഥകൾ പറഞ്ഞും കഥകൾ കേട്ടും മുന്നോട്ട് പോകാം. വാൻ ഗസ്മാനോട് സംസാരിച്ച ആ മാർഷൽ സെയിന്റുകൾ വാൻ ഗസ്മാനോട് ചോദിച്ചു, ഏയ് ഗസ്മാൻ, ഈ ചെറുപ്പക്കാരനെ നേരിടാൻ ഞങ്ങളുടെ രണ്ടുപേരുടെ ആവശ്യമുണ്ടോ? ഏയ്, അതങ്ങനെയല്ല. അവൻ ഇവിടുന്ന് ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു പ്ലാൻ ആവിഷ്കരിച്ചത്. ഏയ് ഗസ്മാൻ, ഇപ്പോ അവനെ തീർക്കണോ? വേണ്ട വേണ്ട, അവൻ കുറച്ചു നേരം കൂടി ഇവിടേക്ക് നിൽക്കട്ടെ. അവൻ ഈ മിസ്റ്റിക് വേൾഡിന്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കട്ടെ. എന്തായാലും ഇന്നത്തെ പകൽ അവന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. മിസ്റ്റിക് വേൾഡിൽ വന്ന ഉടൻ കൊല്ലപ്പെട്ടുവെന്ന് അവന് ഒരു തോന്നലുണ്ടാകാൻ പാടില്ലല്ലോ. ശരിക്കും മാർക്ക് ഫെല്ലറുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് ഗസ്മാൻ ഉള്ളത്. ഒരു മിസ്റ്റിക് വേൾഡിലേക്ക് കടക്കുന്ന ആ നിമിഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കും. ആ സങ്കടം എന്തായാലും മാർക്ക് ഫെല്ലർക്ക് ഉണ്ടാകാതിരിക്കാൻ ഗസ്മാൻ ഒരു കരുതലെടുക്കുകയാണ്. ഗസ്മാനും ആ മാർഷൽ സെയിന്റുകളും കൂടി മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒരു സ്റ്റാള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഒരു പൊളിഞ്ഞ കൊട്ടാരത്തിലാണ് ഈ സ്റ്റാളുകളൊക്കെ ഇടുന്നത്. നൂറുകണക്കിന് സ്റ്റാളുകൾ അവിടെ ഇതിനിടയിൽ സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ന്യൂ സെലസ്റ്ററിലെ പല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും അവിടെ ആ സമയത്ത് കാണാം. അവരുടെ യങ്സ്റ്റേഴ്സ് ആണ് അവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്ക് ഫെല്ലർക്ക് തീരെ പരിചയമില്ലാത്ത മിസ്റ്റിക് വേൾഡുകളിൽ നിന്നുള്ള ആളുകളെയും കാണാം. ഓരോ ആളും എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബാർട്ടർ സംവിധാനം ആയതുകൊണ്ട് തന്നെ അത്തരം വിഭവങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. സ്റ്റാളുകളൊക്കെ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ അവന്റെ ആ ബോർഡ് ഒന്നുകൂടി ഉറപ്പിച്ചു. ഡിവൈൻ ലെവൽ മരുന്നുകൾ ഉണ്ടാക്കാനുള്ള പ്രിസ്ക്രിപ്ഷനും ഡിവൈൻ ലെവൽ സ്പെല്ലുകളുമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് കൈവശമുള്ള ആർക്കും ഇവിടേക്ക് വരാം. ഹെർബ്സ് എക്സ്ചേഞ്ച് ചെയ്ത് ഡിവൈൻ സ്പെല്ലുകളും ഡിവൈൻ പ്രിസ്ക്രിപ്ഷനും നേടാം. വളരെ വിശദമാണ് ആ പോസ്റ്ററിലെ വാചകം. ആ വാചകം എഴുതി അവിടെ പ്രദർശിപ്പിച്ചതിന് ശേഷം മാർക്ക് ഫെല്ലർ ഒരു കസേരയിലേക്ക് അങ്ങ് ചാഞ്ഞിരുന്നു. മാർക്ക് കണ്ണടച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ബാക്കി കച്ചവടങ്ങളിലൊന്നും തനിക്ക് ഒരു താല്പര്യമില്ല എന്ന് വിളിച്ചു പറയുന്നതാണ് മാർക്കിന്റെ ആ ബോഡി ലാംഗ്വേജ്. കണ്ണടച്ചിരിക്കുന്ന മാർക്കിന്റെ മുന്നിലേക്ക് പല ആളുകളും വരുന്നുണ്ട്. വരുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കുന്ന ആ ഡിവൈൻ പ്രിസ്ക്രിപ്ഷൻസും ഡിവൈൻ സ്പെല്ലുകളൊക്കെ കാണുമ്പോൾ വല്ലാതെ ആകർഷകരാകുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പമുള്ള ആ വാചകം വായിച്ചു കഴിയുന്നതും അവർ പതുക്കെ ആ സ്റ്റാളിൽ നിന്ന് അടുത്ത സ്റ്റാളിലേക്ക് നടക്കും. മാർക്കിന്റെ ആ സ്റ്റാളിൽ നിന്ന് സാധനം വാങ്ങണമെങ്കിൽ അവരുടെ കയ്യിൽ 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് ഉണ്ടാകണം. അത് ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ അടുത്ത സ്റ്റാളിലേക്ക് കടക്കും. മാർക്കിന്റെ ആ സ്റ്റാളിൽ നിന്ന് സാധനം വാങ്ങാത്ത ആളുകളും അവിടെയുള്ള ആ ഡിവൈൻ സ്പെല്ലുകളുടെ പേരുകളും അതുപോലെ ആ പ്രിസ്ക്രിപ്ഷന്റെ പേരും അറിയാനായി മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്ന ആളുകളെ ശ്രദ്ധിക്കാതെ മാർക്ക് കണ്ണുകൾ അടച്ചങ്ങനെ ഇരിക്കുകയാണ്. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ എന്താ കണ്ണടച്ചിരുന്ന് ഉറങ്ങുകയാണോ? ശബ്ദം മാർക്ക് തിരിച്ചറിഞ്ഞു. അത് സാക്ഷാൽ വാൻ ഗസ്മാന്റെ ശബ്ദമാണ്. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ വാൻ ഗസ്മാൻ തൊട്ടു മുന്നിലുണ്ട്. മാർക്ക്, നിനക്ക് ഞാൻ ഇന്ന് പകല് കൂടി അനുവദിച്ചിരിക്കുകയാണ്. ശബ്ദം താഴ്ത്തി വാൻ ഗസ്മാൻ പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ മാർക്ക് ഗസ്മാനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം ഗസ്മാനോടായി മാർക്ക് പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. ഗസ്മാന്റെ വിരട്ടലൊന്നും തന്റെ അടുത്ത് വേണ്ട എന്ന് ഗസ്മാനോട് പറയാതെ പറയുകയാണ് മാർക്ക് ഫെല്ലർ. ഏകദേശം ഉച്ചയായിട്ടും മാർക്കിന്റെ സ്റ്റാളിൽ ഒരു കച്ചവടവും നടന്നില്ല. മറ്റ് സ്റ്റാളിലൊക്കെ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും മാർക്ക് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെയും സ്റ്റാളുകളിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. മാർക്കിന്റെ കുറച്ച് മുന്നേ ഉള്ള യാവമെങ്ങിന്റെ സ്റ്റാള് കാണാം. അവിടെ സ്റ്റാളിലൊക്കെ നല്ല കച്ചവടമാണ്. മാർക്ക് ആ സ്റ്റാളിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി മാർക്കിന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയാകും. ആ പെൺകുട്ടി മാർക്കിന്റെ സ്റ്റാളിലിരിക്കുന്ന ആ സാധനങ്ങളുടെ പേരുകളൊക്കെ വായിച്ചു. അനവധി ഡിവൈൻ സ്പെല്ലുകളുടെ ലിസ്റ്റ് അവിടെയുണ്ട്. അതുപോലെ തന്നെ അനവധി ഡിവൈൻ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനും ഉണ്ട്. അതൊക്കെ വായിച്ച പെൺകുട്ടി മാർക്കിനോട് ചോദിച്ചു, അല്ല, ഇവയൊക്കെയും 10,000 ഇയർ ഓൾഡ് ഹെർബ്സിന് പകരം കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണോ? അതെ, ഇത് മുഴുവൻ അതിന് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിത് വാങ്ങാം. അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ മാജിക്കൽ ആർട്ടിഫാക്റ്റിൽ നിന്ന്
ഒരു 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് പുറത്തെടുത്ത ആ നിമിഷത്തിൽ അവളുടെ കയ്യിൽ ഒരാൾ കയറി പിടിച്ചു. അവളുടെ കയ്യിൽ കയറി പിടിച്ചത് വാൻ ഗസ്മാൻ ആണ്. വാൻ ഗസ്മാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഏയ് ഇയാൾക്ക് ഈ ഹെർബ്സ് വിൽക്കാൻ പറ്റില്ല. വാൻ ഗസ്മാൻ കൂടി ചേർന്നുള്ള ഒരു ടീമാണ് അവിടുത്തെ ആ മിസ്റ്റിക് വേൾഡിലെ ആ ട്രേഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടകരിൽ ഒരാളായ ഗസ്മാൻ അവളെ തടുത്തുകൊണ്ട് അവളോട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. അവൾ ഗസ്മാനോട് ചോദിച്ചു, മിസ്റ്റർ ഗസ്മാൻ, അതെന്താ ഈ സ്റ്റാളുകളിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും സാധനം വാങ്ങാമെന്നല്ലേ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്? ഇപ്പൊ എന്താ ഈ സ്റ്റാളിൽ നിന്ന് മാത്രം സാധനം വാങ്ങാൻ സമ്മതിക്കാത്തത്? ഏയ്, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇയാള് ഇവിടെ വെറുതെ വന്നതാണ്. ഇയാളുടെ ഒരു സാധനവും ആരും വാങ്ങത്തുമില്ല, വിൽക്കത്തുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗസ്മാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, നീ ഇവിടുന്ന് വേഗം മാറി. അങ്ങനെ ഗസ്മാൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗസ്മാനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ വാൻ ഗസ്മാൻ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്? മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചതും ഗസ്മാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടെ വരാൻ. അങ്ങനെ ഗസ്മാൻ ചോദിച്ചതും മാർക്കിന്റെ സീറ്റിൽ നിന്ന് എണീറ്റ് ആ സ്റ്റോളിന്റെ മുന്നിലേക്ക് വന്നു. ഏയ് വാൻ ഗസ്മാൻ, നീ എന്താ ആളെ കളിയാക്കുകയാണ്? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു ഗോൾഡൻ പ്രകാശം പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് മാർക്കിന്റെ ഇന്റേണൽ എനർജി പുറത്തേക്ക് വരികയാണെന്ന് മനസ്സിലായതും ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ എന്താ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? മാർക്ക് ഫെല്ലറുടെ സ്റ്റാളിന് മുന്നിലുള്ള ഈ പ്രശ്നം നേരെ എതിർവശത്ത് അല്പം മാറിയുള്ള സ്റ്റാളിലുള്ള യാവോമെങ് കണ്ടു. യാവോമെങ് വേഗം ഓടി മാർക്കിന്റെ സ്റ്റാളിന് മുന്നിലെത്തി. അവിടെ എത്തിയ യാവോമെങ് മാർക്കിന്റെ മുന്നിലേക്ക് കയറി വാൻ ഗസ്മാനോട് ചോദിച്ചു, ഗസ്മാൻ, എന്തായി കാണിക്കുന്നത്? ഏയ് യാവോ, മാറി നിൽക്ക്, ഇവനെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏയ് വാൻ ഗസ്മാൻ, എന്ത് അസമത നിങ്ങൾ ഈ പറയുന്നത്? ഈ മേളയിൽ പങ്കെടുക്കാനായി വരുന്ന ആളുകൾക്ക് വേണ്ടത്ര സംരക്ഷണം കൊടുക്കാമെന്നല്ലേ നിങ്ങൾ ഞങ്ങളോടൊക്കെ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ഫെല്ലറെ ആക്രമിക്കാൻ പോവുകയാണ്. യാവോ, നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീയും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വാൻ ഗസ്മാൻ അത് പറഞ്ഞതും യാവോമെങ്ങിന്റെ മുഖം ശരിക്കും ഒന്ന് തിളക്കിയാണ്. ആ നിമിഷത്തിന് യാവോമെങ്ങിന്റെ ബോഡിയിൽ നിന്ന് ശരിക്കും ഇന്റേണൽ എനർജി പുറത്തേക്ക് വന്നു തുടങ്ങി. അവൾ ശരിക്കും ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണെന്ന് വിളിച്ചു പറയുന്ന ശരിയിൽ അവളുടെ ബോഡിയിൽ നിന്ന് ഇന്റേണൽ എനർജി മുന്നോട്ട് വരുമ്പോൾ വാൻ ഗസ്മാന്റെ ബോഡിയിൽ നിന്നും ഇന്റേണൽ എനർജി വരികയാണ്. അവനും ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണ്. പീക്ക് ലെവൽ മാർക്വിസ് ആയ വാൻ ഗസ്മാൻ കൈ നിവർത്തി യാവോമെങ്ങിനെ ആഞ്ഞൊന്ന് ഇടിച്ചു. ആ നിമിഷത്തിൽ തന്നെ യാവോമെങ് തിരിച്ച് ഗസ്മാനെ ഇടിക്കുകയും ചെയ്തു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആ സൗഹൃദത്തിന്റെ ഇടയിലേക്കാണ് മാർക്ക് ഫെല്ലർ കടന്നു വന്നത്. മാർക്ക് ഫെല്ലറോട് ഗസ്മാൻ കാണിച്ചത് ന്യായീകരിക്കാവുന്ന കാര്യമല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് യാവോമെങ് ഗസ്മാനെ തിരിച്ചിടിച്ചത്. രണ്ടുപേരും പീക്ക് ലെവൽ മാർക്വിസ് ആണെങ്കിലും ആ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷത്തിൽ ഗസ്മാൻ അനവധി അടി പുറകിലോട്ട് തെറിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ ഗസ്മാന്റെ മൂക്കിലൂടെ ചോര ഒലിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് മറ്റ് സ്റ്റാളുകളിൽ ഉണ്ടായിരുന്ന ചു സഹോദരന്മാരും കോങ് ആനിക്ക് ഉൾപ്പെടെ യാവോമെങ്ങിന്റെ സുഹൃത്തുക്കളേക്ക് അവിടേക്ക് ഓടിയെത്തിയിരുന്നു. യാവോമെങ്ങിന്റെ ഇടിയാൽ ദൂരേക്ക് തെറിച്ചു വീണ ആ വാൻ ഗസ്മാന്റെ മുഖത്തുനിന്നൊഴുകുന്ന ചോര അവരൊക്കെ കാണുന്നുണ്ട്. ചൂഹെഡ് കൂടെയുള്ളവരോട് പറഞ്ഞു, യാവോ ജിന്യാവോയേക്കാൾ ശക്തിയാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ ജിന്യാവോ ബ്ലാക്ക് ആണെന്നാണ് അവരെല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോ അതല്ല സത്യമെന്ന് അവർ തിരിച്ചറിയുകയാണ്. ഈ സമയത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞത് യുവാൻ ഷോയുടെ മുഖത്ത് മാത്രമാണ്. യുവാൻ ഷോയും യാവോമെങ്ങും പലപ്പോഴും അവരുടെ ശക്തി പുറത്തങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ഇപ്പൊ ഇതാ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ യാവോമെങ്ങിന് വാൻ ഗസ്മാനെ നേരിടേണ്ടി വന്നതാണ്. യാവോമെങ്ങിനൊപ്പം ചു സഹോദരന്മാരും യുവാൻ ഷോയും കോണി ആനിക്കും ഒക്കെ നിരന്നു നിൽക്കുന്ന കണ്ടതും വാൻ ഗസ്മാൻ അയാളുടെ കൂടെയുള്ള മാർഷൽ സെയിന്റുകളോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, ആ മാർക്കിനെ അങ്ങ് തീർത്തേക്ക്. അവന്റെ ആ ഒരു മുഖം മൂടി ഇനി ആവശ്യമില്ല എന്ന് അവന് തന്നെ ബോധ്യമായിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ചതിയിൽ കൊലപ്പെടുത്താനാണ് അവൻ ആഗ്രഹിച്ചത്. അവന്റെ സുഹൃത്തായ യാവോമെങ്ങോ കൂട്ടുകാരോ സംശയിക്കാത്ത ശൈലിയിൽ മാർക്കിനെ കൊല്ലണം, അതായിരുന്നു വാൻ ഗസ്മാന്റെ ടാർഗറ്റ്. പക്ഷെ ഇപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. വാൻ ഗസ്മാന്റെ ഓർഡർ കിട്ടിയതും ആ രണ്ട് മാർഷൽ സെയിന്റുകളും പതുക്കെ മുന്നോട്ട് നടന്നു. ശരിക്കും രണ്ട് മാർഷൽ സെയിന്റുകളും മാർക്ക് ഫെല്ലറും തമ്മിൽ
ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോവുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു മാർഷൽ സെയിന്റ് പവറുള്ള കക്ഷിയാണ്. ശക്തമായ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കും. പക്ഷേ മാർഷൽ സെയിന്റ് പവറുള്ള മാർക്കും യഥാർത്ഥ മാർഷൽ സെയിന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാർക്ക് ഫെല്ലർക്ക് ഒരു കാരണവശാലും ആ മാർഷൽ സെയിന്റുകളോട് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മാർക്കിന്റെ ആ സുഹൃത്തുക്കൾക്കും അറിയാം. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് അവർ ആലോചിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം. ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ അവിടേക്ക് ഓടി വരുന്ന അങ്കിൾ ലീയാണ് അവർ കണ്ടത്. മാർക്ക് ഫെല്ലറെ ആ മിസിക് വേൾഡിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അങ്കിൾ ലീയാണ് ഓടി വന്നത്. അങ്കിൾ ലീ ഓടി വരുന്ന കണ്ടതും വാൻ ഗസ്മാനും ആ ഭാഗത്തേക്ക് നോക്കി. അങ്കിൾ ലീ ഗസ്മാനോട് ചോദിച്ചു, ഗസ്മാൻ എന്താ ഇത്? അങ്കിൾ, ആ മാർക്ക് ഭയങ്കര ശല്യം, അവനെ അങ്ങ് തീർക്കാൻ പോവുകയാണ്. ഗസ്മാൻ എന്താ ഇത്? മാർക്കിനെ ഞാനല്ലേ ഇൻവൈറ്റ് ചെയ്തത്. അങ്കിൾ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്കിൾ മാർക്കിനെ ഇൻവൈറ്റ് ചെയ്തത്. ഗസ്മാൻ, നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് കരുതി അവാസ്തവമായ കാര്യമൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അങ്കിൾ ലീ മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്നു. അങ്കിൾ ലീ പറഞ്ഞ വാക്കുകൾ കേട്ട് വാൻ ഗസ്മാൻ ശരിക്കും ഒന്ന് അമ്പരന്ന് പോയെന്ന് പറയാം. അങ്കിൾ ലീയും വാൻ ഗസ്മാനും കൂടി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കിൾ ലീ മാർക്ക് ഫെല്ലറെ പോയി കണ്ടതും മാർക്കിനെ ആ മിസ്റ്റിക് വേൾഡിലേക്ക് ക്ഷണിച്ചതും. ഇപ്പൊ ഇതാ സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കി അങ്കിൾ ലീ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. അങ്കിൾ ലീ അങ്ങനെ പറഞ്ഞതും ഗസ്മാൻ അവന്റെ മാർഷൽ സെയിന്റുകളെ നോക്കി. ആ മാർഷൽ സെയിന്റുകൾക്ക് അർത്ഥം മനസ്സിലായി. അവരും പിന്നെയും മുന്നോട്ട് കുതിച്ചതും പെട്ടെന്നാണ് അങ്കിൾ ലീയുടെ തൊട്ടുപുറകിൽ 2 മാർഷൽ സെയിന്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അയാൾ പ്രിപ്പയർഡ് ആണ്. 2 മാർഷൽ സെയിന്റുകൾ അങ്കിൾ ലീയുടെ ഇടതും വലതുമായി പ്രത്യക്ഷപ്പെട്ടതും വാൻ ഗസ്മാന്റെ ആ മാർഷൽ സെയിന്റുകൾ അവിടെ നിന്നു. മാർക്ക് ഫെല്ലർക്ക് നേരെ ഒരു അറ്റാക്ക് വാൻ ഗസ്മാന്റെ ആ മാർഷൽ സെയിന്റുകൾ നടത്തിയാൽ അങ്കിൾ ലീയുടെ ആ മാർഷൽ സെയിന്റുകൾ ഗസ്മാന്റെ മാർഷൽ സെയിന്റുകളെ ആക്രമിക്കും. 4 മാർഷൽ സെയിന്റുകൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ആ മിസ്റ്റിക് വേൾഡ് തകർന്ന തരിപ്പണമാകും. അത്ര പവർഫുൾ ആണ് ആ മാർഷൽ സെയിന്റുകൾ. ശരിക്കും ഇരു ടീമും തുല്യരായി നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ വാൻ ഗസ്മാൻ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, മാർക്ക്, നീ അങ്കിളിനെ വളച്ചെടുത്തല്ലേ? നീ എന്താ അതിനുവേണ്ടി മുടക്കിയത്? ഗസ്മാൻ, നിനക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്. ഗസ്മാന്റെ ചോദ്യത്തിന് മാർക്ക് അങ്ങനെ ഒരു ചെറിയ മറുപടി മാത്രമാണ് പറഞ്ഞത്. ഗസ്മാൻ മാർക്കിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഈ മാർക്ക് ഫെല്ലറ് 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് വാങ്ങാനാ ഇവിടെ വന്നിരിക്കുന്നത്. ഒരാളും ഇവൻ ആ ഹെർബ്സ് വിൽക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഗസ്മാൻ അങ്കിൾ ലീയോട് പറഞ്ഞു, അങ്കിള് നഷ്ടപ്പെടുത്തിയത് ഞങ്ങളുടെ ഗസ്മാൻ കുടുംബവുമായുള്ള അങ്കിളുടെ ദീർഘകാലത്തെ ബന്ധമാണ്. വാൻ, നീ ആവശ്യമില്ലാതെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. ഇതൊക്കെ ബിസിനസ് ഡീലല്ലേ, അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. അങ്കിൾ ലീ അങ്ങനെ പറഞ്ഞതും കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ഗസ്മാൻ അവന്റെ മാർഷൽ സെയിന്റുകളുമായി അവിടെ നിന്ന് പോയി. അവർ പോയി കഴിഞ്ഞതും അങ്കിൾ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അപ്പോ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല, ഉറപ്പായും അത് ചെയ്യാം. അങ്കിൾ ലീ എന്തോ ഒരു കാര്യം മാർക്കിനെ ഓർമ്മിപ്പിച്ചതാണ്. ആ ഓർമ്മിപ്പിക്കൽ കേട്ടതും മാർക്ക് അങ്കിൾ ലീയോട് പറഞ്ഞു, ഉറപ്പായും ഞാൻ വാക്ക് പാലിക്കും. അങ്കിൾ ലീ അയാളുടെ മാർഷൽ സെയിന്റുകളുമായി അവിടുന്ന് പോയി കഴിഞ്ഞതും ബാക്കി സ്റ്റാളുകളിലേക്ക് അവിടെ കൂടി നിന്ന ആളുകളിലേക്ക് മടങ്ങുമ്പോൾ യാവോമൻ മാർക്കിനെ വിളിച്ച് മാറ്റി നിർത്തി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ സംഭവം? എന്തിനാ അങ്കിൾ ലീ മാർക്കിനെ സഹായിച്ചത്? യാവോ, അത് പിന്നെ പുള്ളിയല്ലേ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. മാർക്ക്, എന്നോട് പറയുമ്പോൾ അധികം ഒളിച്ചു കളിയൊന്നും വേണ്ട. അങ്കിൾ ലീ ഗസ്മാൻ കുടുംബവുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ മാർക്ക് അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ്. മാർക്ക്, നീ ഇനി അതങ്ങനെ ഓഫർ ചെയ്തു. യാവോമെങ്ങിന്റെ ആ ചോദ്യം എന്തിനെയാണ് ചൂണ്ടുന്നതെന്ന് മാർക്കിനും അറിയാം, യാവോമെങ്ങിനും അറിയാം. മാർക്ക് യാവോമെങ്ങിനോട് പറഞ്ഞു, യാവോ, ഞാൻ അത് തന്നെ ഓഫർ ചെയ്തു. എമിലിയുടെ ബ്ലഡ് ലൈനാണ് ഞാൻ ഓഫർ ചെയ്തത്. മാർക്ക്, നീ എന്തായി പറയുന്നത്? നീ എമിലിയുടെ രക്തം അയാൾക്ക് കൊടുക്കാൻ പോവുകയാണോ? അതൊന്നും കൊടുക്കത്തില്ല. പക്ഷേ എനിക്ക് തൽക്കാലം അങ്ങനെ ഒരു ഓഫർ കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എമിലി ബ്ലാക്കിന്റെ ബ്ലഡിൽ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് അവിടെയുള്ള മുഴുവൻ പേരും. ആ ബ്ലഡ് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ അവരുടെ ശക്തി വർദ്ധിക്കും. ഇപ്പോൾ ജിന്യാവോ ബ്ലാക്കിനാണ് ആ രക്തം ഉപയോഗിക്കാൻ അവസരം കിട്ടിയത്. അവന്റെ ശക്തി വൻതോതിൽ അതിന്റെ ഫലമായി വർദ്ധിച്ചിട്ടുമുണ്ട്. ജിന്യാവോ ബ്ലാക്ക് യഥാർത്ഥത്തിൽ എമിലി ബ്ലാക്കിന്റെ രക്തം ഉപയോഗിച്ച കാര്യം ആ ഗ്രൂപ്പിൽ ആർക്കും അറിയത്തുമില്ല. പക്ഷെ ആ രക്തം ഉപയോഗിച്ച ആളുകളുടെ ശക്തി വർദ്ധിച്ചത് അവർക്ക് നേരിൽ കണ്ടിട്ടുമുണ്ട്.
ആ രക്തത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ രക്തം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്കിൾ ലീയെ മാർക്ക് ഫെല്ലർ സ്വാധീനിച്ചെന്ന് കേട്ടപ്പോൾ യാവോ ഇങ്ങനെ വല്ലാത്തൊരു ചിരി വരികയാണ്. യാവോ ചിരിക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ യാവോട് പറഞ്ഞു, യാവോ, യെബിലയുടെ രക്തം ആര് ആഗ്രഹിച്ചാലും ഞാൻ അവരെ കൊല്ലും. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാണ് മാർക്ക് ഫെല്ലറുടെ സ്റ്റാൻഡ്. യാവോയ്ക്ക് യെബിലയുടെ രക്തത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം വേണ്ടാന്ന് വെക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ആ വാചകത്തിനകത്തുണ്ട്. യാവോ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഇവിടെ വന്നത് 10,000 യൂറോയുടെ ഹബ്സ് വാങ്ങാൻ വേണ്ടിയാണ്. പക്ഷേ ഗസ്മാൻ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് നിനക്ക് ആരും അത് വിൽക്കാൻ പാടില്ല എന്നല്ലേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? യാവോമെങ്ങ് ചോദിച്ചത് വളരെ വളരെ ശരിയായൊരു ചോദ്യമാണ്. മാർക്ക് ഫെല്ലർ 3 ദിവസം ആ മിസ്റ്റിക് വേൾഡിനകത്ത് പിടിച്ചു നിൽക്കുന്നത് ആ ഹെബ്സ് വാങ്ങാൻ വേണ്ടിയാണ്. അത് മാർക്കിനെ വിൽക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഗസ്മാൻ തീർത്തു പറഞ്ഞിരിക്കുമ്പോൾ മാർക്കിനെ അവിടെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മാർക്ക് ഫെല്ലർ ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്നിട്ട് യാവോ അങ്ങനോട് ചോദിച്ചു, അല്ല യാവോ, ഞാൻ വാങ്ങിയാലല്ലേ പ്രശ്നമുള്ളൂ? മാർക്ക് പറഞ്ഞു വരുന്നത്, യാവോ, ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിനക്ക് നൽകാം, നീ അത് കൊടുത്ത് എനിക്ക് വേണ്ടി 10,000 യൂറോയുടെ ഹെബ്സ് വാങ്ങും. മാർക്ക് ഫെല്ലറുടെ ആ അഭിപ്രായം കേട്ടതും യാവോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഉറപ്പായും ഞാനത് ചെയ്യാം. മാർക്ക് ഫെല്ലർ ഉടൻ തന്നെ അവന്റെ കൈവശമുണ്ടായിരുന്ന ആ ഡിവൈൻ സ്പെല്ലുകളും ആ ഡിവൈൻ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ യാവോമെങ്ങിനെ ഹാൻഡ് ഓവർ ചെയ്തു. യാവോമെങ് അതൊക്കെ വാങ്ങിച്ച് അവളുടെ നിലവറിലേക്ക് മാറ്റിയ ശേഷം അവളുടെ ആ സ്റ്റാളിലേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ പതുക്കെ മാർക്കിന്റെ സ്റ്റാളിൽ നിന്ന് എണീറ്റ് ആ അകത്തുള്ള സ്റ്റാളുകളൊക്കെ ഒന്ന് കാണാനായി നടന്നു തുടങ്ങി. മാർക്കിന് ഇപ്പോ ഒരു സാധനവും വിൽക്കാനില്ലാത്തത് കൊണ്ട് സ്റ്റാളിൽ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. മാർക്കിന്റെ സ്റ്റാളിൽ ആരും വന്ന് സാധനം വാങ്ങാൻ പോകുന്നുമില്ല. ആ കാര്യം ഉറപ്പുള്ളത് കൊണ്ട് മാർക്ക് ഓരോ സ്റ്റാളുകളായി കണ്ടു തുടങ്ങിയാണ്. അല്പനേരം സ്റ്റോളിനകത്തൂടെയൊക്കെ നടന്ന മാർക്ക് സാവധാനം ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു പഴക്കമുള്ള പൊളിഞ്ഞ കൊട്ടാരത്തിലാണ് യഥാർത്ഥത്തിൽ ആ ട്രേഡ് നടക്കുന്നത്. പണ്ടങ്ങോ രാജകൊട്ടാരമായി ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിംഗാണ്. അത് ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് ആരോ ആ ഭാഗം എല്ലാം കൂടെ ചേർത്ത് ഒരു മിസ്റ്റിക് വേൾഡാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മാർക്ക് ബിൽഡിങ്ങിന് പുറത്തിറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിന് ചുറ്റും പതുക്കെ നടന്നു തുടങ്ങി. മാർക്ക് ആ മിസ്റ്റിക് വേൾഡിൽ കയറിയ നിമിഷം മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഒരു അസ്വാഭാവികമായ ഊർജ സാന്നിധ്യമാണ് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. ആ ഊർജ സാന്നിധ്യത്തിന്റെ കാരണം എന്താണ്? അതാണ് മാർക്കിന് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ പുറകു ഭാഗത്തേക്ക് നടന്ന മാർക്ക് നടന്നെത്തിയത് അല്പം പൊക്കമുള്ളൊരു സ്ഥലത്താണ്. അതിന് സമീപത്തായി ഒരു ചെറിയ കുന്നുണ്ട്. മാർക്ക് ആദ്യം ആ പൊക്കമുള്ള സ്ഥലത്തേക്കും പിന്നീട് ആ കുന്നിന്റെ മുകളിലേക്കും കയറി. ആ കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ മാർക്കിന് ആ പാലസിന്റെ മുകൾ ഭാഗമൊക്കെ കാണാം. പാലസിന്റെ മുകൾ ഭാഗം മാത്രമല്ല, ആ എൻറ്റയർ മിസ്റ്റിക് വേൾഡും മാർക്കിന് കാണാം. മാർക്ക് അവിടെ നിന്നിട്ട് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ആ മിസ്റ്റിക് വേൾഡിനകത്തുള്ള ഊർജ സോഴ്സുകൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ ശ്രമിച്ചപ്പോൾ മാർക്കിന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് 4 മാർഷൽ സെയിന്റുകളുടെ സാന്നിധ്യമാണ്. അവര് ഉള്ള സ്ഥലം കൃത്യമായി മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. അനവധി ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകളും മാർക്വിസ്റ്റുകളും അതുപോലെ പല നിലവാരത്തിലുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളും ഒക്കെ ആ ബിൽഡിങ്ങിനകത്തുണ്ട്. ആ കോമ്പൗണ്ടിനകത്ത് പല ഭാഗത്തായി അവരൊക്കെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഊർജ സോഴ്സുകളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച മാർക്ക് അതല്ലാതെ എന്തെങ്കിലും ഊർജ സോഴ്സ് ഈ മിസ്റ്റിക് വേൾഡിനകത്ത് ഉണ്ടോ എന്ന് ഒരു പരിശോധന തുടങ്ങി. മാർക്കിന്റെ ആ ഡിവൈൻ സ്പിരിറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെക്നോളജി മാർക്ക് ഒന്ന് പൊടിതട്ടിയെടുത്ത് നോക്കുകയാണ്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഒരുപാട് ഊർജ സോഴ്സുകളുണ്ട്. ചെറുതും വലുതുമായ അനവധി സോഴ്സുകളിൽ നിന്ന് ഊർജം പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഊർജ സോഴ്സുകളൊക്കെ വേർതിരിച്ച മാർക്ക് അതല്ലാതെ ഒരു ഊർജ സോഴ്സ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മാർക്കിന് വളരെ നേർത്ത അളവിൽ ഒരു ഊർജ സോഴ്സിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. മാർക്ക് ആ നേർത്ത ലൈൻ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ നേർത്ത ലൈൻ പിടിച്ച് ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി. ആ നേർത്ത ലൈനെ ഫോളോ ചെയ്ത് മാർക്ക് പതുക്കെ നടന്നു തുടങ്ങി. ഇപ്പോ സമയം സന്ധ്യയാകാറായിരിക്കുകയാണ്. മാർക്ക് നടന്നു പോയത് ആ പാലസിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ആ ഭാഗം ശരിക്കും വിജനമാണ്. വിജനമാണെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിജനമാണ്. അവിടെ ചെടികളോ മരങ്ങളോ ഒന്നുമില്ല. ഒരു പുൽക്കൊടി പോലും ആ ഭാഗത്തില്ല. തികച്ചും വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം. മാർക്ക് ആ വരണ്ട് കിടക്കുന്ന സ്ഥലത്തുകൂടി അങ്ങനെ ആ ലൈനെ പിടിച്ച് നടക്കുകയാണ്.
മാർക്ക് കണ്ണടച്ചു പിടിച്ചാണ് നടക്കുന്നത്. മാർക്കിന്റെ ഉൾക്കണ്ണിൽ കാണുന്ന ആ രേഖ ഫോളോ ചെയ്താണ് മാർക്ക് നടക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് മാർക്ക് ഫെല്ലർ നടന്നു കാണും. മാർക്ക് നടന്നെത്തിയത് ആ മിസ്റ്റിക് വേൾഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്ട് എൻഡിലായിട്ടാണ്. ആ ഭാഗത്ത് എത്തിയപ്പോൾ മാർക്ക് പെട്ടെന്ന് നിൽക്കുകയാണ്. അവിടെ മാർക്ക് ഫോളോ ചെയ്ത് വന്ന ആ ഊർജം ശരിക്കും കേന്ദ്രീകരിക്കപ്പെടുന്നതായി മാർക്കിന് തോന്നി. മാർക്ക് ആ ഭാഗത്തെത്തിയതും കണ്ണു തുറന്ന മാർക്ക് ചുറ്റുമൊന്ന് നോക്കിയാണ്. അവിടെ അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷെ മാർക്ക് ഫോളോ ചെയ്ത് വന്ന ആ ഊർജ സോഴ്സിന്റെ അതിശക്തമായ ഒരു കേന്ദ്രീകരണം മാർക്കിന്റെ തൊട്ടു മുന്നിൽ അനുഭവപ്പെടുന്നുണ്ട്. മാർക്ക് സാവധാനം അവിടെ ഇരുന്നു. മീശ സാധാരണഗതിയിൽ ആർക്കിയോളജിക്കൽ പരിശോധന നടത്തുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. ചെവി തറയിലേക്ക് വെച്ച് മീശ ശബ്ദം ശ്രവിച്ചു തുടങ്ങും. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് വരുന്ന മണം അറിയാൻ വേണ്ടി മൂക്ക് വെച്ചും ഒന്ന് ഗന്ധം എടുത്തു നോക്കും. മീശയുടെ ആ ടെക്നിക്ക് പലപ്പോഴും മാർക്ക് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ആ ടെക്നിക്കിനെ കുറിച്ച് ഓർമ്മ വന്ന മാർക്ക് അവിടെ തറയിൽ കുനിഞ്ഞ് ചെവി വട്ടം പിടിച്ചു. അതുപോലെ തന്നെ മൂക്ക് വെച്ചും നോക്കുകയാണ്. കുറെ നേരം ആ തറയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഒരു പ്രത്യേക പോയിന്റിൽ കൂടുതൽ മുഴക്കവും കൂടുതൽ ശക്തമായ ഒരു ഇരമ്പലും ആ ഊർജ സോഴ്സിന്റെ സാന്നിധ്യമൊക്കെ മാർക്കിനെ ഫീൽ ചെയ്തു. മാർക്ക് ചുറ്റും നോക്കി. അവിടെ ഒന്നും ആരുമില്ല, ഒരു കുഞ്ഞു പോലുമില്ല. ശരിക്കും ഇരുട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു പോയിന്റിൽ മാർക്കിന് അതിശക്തമായ ഒരു ഊർജത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ മാർക്ക് അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ ആരും ആ ഭാഗത്തൊന്നും നോക്കുന്നതേ ഇല്ല. ശരിക്കും ആ പാലസിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആരും വരാറില്ല എന്നതാണ് സത്യം. അത്ര വിജനമാണ് ആ ഭാഗം. മാർക്ക് ഫെല്ലർ ആ ഊർജ സോഴ്സിന്റെ പ്രഭവ കേന്ദ്രം തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ഗസ്മാന്റെ മുറിയിൽ ഗസ്മാനും അയാളുടെ ആ മാർഷൽ സെയിന്റുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. സംഭാഷണ വിഷയം മാർക്ക് ഫെല്ലർ തന്നെയാണ്. ഗസ്മാൻ ആ മാർഷൽ സെയിന്റുകളോട് പറഞ്ഞു, നമുക്ക് അവനെ കൊന്നേ പറ്റൂ. ഗസ്മാൻ, അപ്പോ ആ അങ്കിൾ ലീയുടെ ആ മാർഷൽ സെയിന്റുകളോ അവരുമായി ഒരു ഫൈറ്റ് വേണ്ടി വരില്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ല അങ്കിൾ ലീ എപ്പോഴും അവന് സംരക്ഷണം കൊടുക്കുമെന്ന്. അവൻ ഇപ്പോ മിക്കവാറും സംരക്ഷണമില്ലാത്ത സമയത്തായിരിക്കും. നമുക്ക് അവനെ അവസാനിപ്പിച്ചേ പറ്റൂ. ഗസ്മാൻ, അവനെ അവസാനിപ്പിക്കാൻ ഇത്ര ധൃതി എന്താണ്? അവൻ അത്ര ത്രെട്ടാണോ? ഏയ്, നിങ്ങൾക്ക് അവന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അവനിപ്പോ മാർക്കൂസ് ലെവലിലാണ്. അവൻ ഉള്ള ലെവലിൽ വൻ അത്ഭുതങ്ങളാണ് ഈ പൈറോ കാണിച്ചത്. അവൻ വെറും ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവനേക്കാൾ ഒരുപാട് ലെവൽ മുകളിലുള്ള ആളുകളെ അവൻ പരാജയപ്പെടുത്തിയിരുന്നു. അവൻ ഗ്രാൻഡ് മാസ്റ്റർ ആയപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. മാർക്യൂസ് ആയപ്പോഴും അങ്ങനെ തന്നെ. അവന്റെ ലെവലിൽ അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. ഗസ്മാൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു പ്രവചനം അറിഞ്ഞു കാണുമല്ലോ. എനിക്കറിയാം നിങ്ങളും ആ പ്രവചനത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന്. ഗസ്മാൻ പറയുന്നത് മാർഷൽ സെയിന്റ് ജനിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ? അതെ, അത് തന്നെയാണ്. പുതുവർഷത്തിൽ മാർഷൽ സെയിന്റ് ജനിക്കുമെന്നാണ് പ്രവചനം. എനിക്ക് ഉറപ്പാണ് അത് മാർക്ക് ഫെല്ലർ ആവും. ഹേയ്, അതിനു വേണ്ടിയൊക്കെ അവന് ശക്തിയുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ വളർച്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. അവൻ മാർഷൽ സെയിന്റ് ആയാൽ അവൻ നമ്മുടെ ഈ ഗസ്മാൻ കുടുംബം നശിപ്പിക്കും. നമ്മുടെ മിസ്റ്റിക് വേൾഡുകളൊക്കെ അവൻ്റെ മുന്നിൽ പിന്നെ ഒന്നും അല്ലാതാകും. ഒരു മാർഷൽ സെയിന്റും അവനെ പിന്നെ തോൽപ്പിക്കത്തില്ല. ഗസ്മാൻ, നീ എന്തായി പറയുന്നത്? ഞങ്ങളൊക്കെ ശരിക്കും സീനിയേഴ്സ് ആയിട്ടുള്ള മാർഷൽ സെയിന്റുകളാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മാർഷൽ സെയിന്റുകളായതാണ്. ഞങ്ങളുടെ ശക്തി അതെന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. നോക്ക്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ മാർക്ക് ഫെല്ലർ അത് വേറെ സംഭവമാണ്. അവൻ മാർഷൽ സെയിന്റ് ആയാൽ അപകടമാണ്. ആ അപകട സാധ്യത അറിഞ്ഞുകൊണ്ട് അവന് വളരാൻ അനുവദിച്ചാൽ അത് തികച്ചും അബദ്ധമാവും. എമിലി ബ്ലാക്കിന്റെ രക്തം മാത്രമല്ല ഗസ്മാന്റെ ടാർഗറ്റ്, മാർക്ക് ഫെല്ലറും അവന്റെ ടാർഗറ്റാണ്. മാർക്ക് ഫെല്ലറുടെ സംരക്ഷണം അവസാനിക്കുന്നതോടുകൂടി എമിലി ബ്ലാക്കിനെ ഈസി ആയിട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ആ കാര്യം ഗസ്മാന് ഉറപ്പാണ്. ഗസ്മാൻ പറഞ്ഞത് കേട്ടതും ആ മാർഷൽ സെയിന്റുകൾ ഗസ്മാനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കിയാലോ. ഒരു മാർഷൽ സെയിന്റ് അത് പറഞ്ഞതും ഗസ്മാനും മറ്റു മാർഷൽ സെയിന്റും അതിനോട് യോജിച്ചു. അങ്ങനെ ആ മൂവർ സംഘം മാർക്ക് ഫെല്ലറെ തിരക്കി ഇറങ്ങി. അവർക്കറിയാം മാർക്ക് ഫെല്ലർ ആ സ്റ്റാളിനകത്ത് ഉണ്ടാവുമെന്ന്. അവര് സാവധാനം ആ കൊട്ടാരത്തിനകത്തേക്ക് വന്നു. ആ സമയത്ത് സ്റ്റാളുകളൊക്കെ വളരെ സജീവമാണ്. നൂറുകണക്കിന് സ്റ്റാളുകളിലായി ഇഷ്ടംപോലെ കച്ചവടം നടക്കുകയാണ്. ബാർട്ടർ സംവിധാനമായതുകൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ മറിച്ചും തിരിച്ചുമൊക്കെ വിറ്റ്
ഏറ്റവും അനുയോജ്യമായ സാധനത്തിലേക്ക് ഓരോ ആളുകളും എത്തും. ആ പ്രക്രിയ വളരെ സജീവമായി നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും അവരവരുടെ ഉൽപ്പന്നത്തിലും അവരുടെ കച്ചവടത്തിലും മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഗസ്മാനും ആ മാർഷൽ സെയിന്റുകളും കൂടി മാർക്ക് ഫെല്ലറെ തിരക്കി ആ പാലസിന്റെ അകത്തെത്തുന്നത്. അവര് സ്റ്റോളിൽ വന്നപ്പോ മാർക്കില്ല. അത് കണ്ടത് ഗസ്മാൻ പറഞ്ഞു, ഓ, അവന്റെ കച്ചവടം നടക്കാത്തതുകൊണ്ട് അവൻ മറ്റ് സ്റ്റോളുകൾ നോക്കി പോയി കാണും. അങ്ങനെ ഗസ്മാൻ പറഞ്ഞതും ആ മാർഷൽ സെയിന്റുകളും ഗസ്മാനും കൂടി ഓരോ സ്റ്റാളുകളിലും ഉള്ള ആളുകളെ നിരീക്ഷിച്ചു തുടങ്ങി. വളരെ വിശാലമായ കൊട്ടാരമാണ്. അനവധി ഹാളുകളും അനവധി മുറികളും ഒക്കെ ആ സ്റ്റോളിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ആ ടീം ഒന്ന് കറങ്ങി നടക്കുമ്പോൾ മാർഷൽ സെയിന്റുകളിൽ ഒരാൾ ഗസ്മാനോട് പറഞ്ഞു, ഗസ്മാൻ, നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവനെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്തു. മാർഷൽ സെയിന്റിന്റെ ഡിവൈൻ സെൻസിന് വല്ലാത്ത പവറാണ്. അങ്ങനെ ആ പവർ ഉപയോഗിച്ച് ആ കൊട്ടാരം മുഴുവൻ അയാൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് മാർക്ക് ഫെല്ലർ ഇല്ല. ഗസ്മാൻ, മാർക്ക് ഇവിടെ ഇല്ല. മാർക്ക് ഇവിടെ ഇല്ലയോ? അവൻ രക്ഷപ്പെട്ടോ? ആ മെസ്സിക്ക് വേണ്ടി നിന്ന് ഒരു കാരണവശാലും ഒരു കുഞ്ഞിനും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം അസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഗസ്മാന് തോന്നുകയും ചെയ്തു. ഗസ്മാൻ ആ മാർഷൽ സെയിന്റിനെ നോക്കുമ്പോൾ മാർഷൽ സെയിന്റ് അയാളുടെ ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അയാളെ എൻ്റെ മിസ്റ്റിക് വേൾഡ് ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അയാൾക്ക് മാർക്കിന്റെ സാന്നിധ്യം പിടികിട്ടി. ഗസ്മാൻ, അവൻ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. അത് കേട്ടതും ഗസ്മാനും ആ രണ്ട് മാർഷൽ സെയിന്റുകളും അതിവേഗം ആ ബിൽഡിങ്ങിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ തൊട്ടു മുന്നിലുള്ള സ്ഥലം ശരിക്കും തുടച്ച് വൃത്തിയാക്കുകയാണ്. മാർക്ക് ആ ഭാഗം മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ മെറ്റൽ കൊണ്ടുള്ള ഒരു കവറ് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിക്കും മെറ്റൽ കൊണ്ടുള്ള ഒരു വലിയ മൂടിയാണ് മാർക്ക് ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കിയത്. ഒരു മൂടി കൊണ്ട് എന്തോ സംഭവം അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. മാർക്ക് ആ മൂടി ഇളക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. മാർക്ക് ചുറ്റും നോക്കി, ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതും മാർക്ക് കയ്യിലേക്ക് മാർക്കിന്റെ മുഴുവൻ പവറും ജനറേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഇടി. അതിശക്തമായ ആ ഇടി ആ പ്രതലത്തിൽ പതിച്ചതും ആ മൂടി ഒന്ന് കിലുങ്ങി. ശരിക്കും അതൊന്ന് അനങ്ങുന്നുണ്ട്. മാർക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി ഇടിച്ചു. ആ നിമിഷത്തിൽ ആ മൂടി ഒന്ന് ചരിഞ്ഞു. മാർക്കിന്റെ അതിശക്തമായ ഇടിയിൽ ആ മൂടി ഒന്ന് ചരിഞ്ഞതും അകത്ത് ഒരു മുഴക്കം കേട്ടു തുടങ്ങി. ഈ സമയത്താണ് മാർക്ക് തന്റെ സമീപത്തേക്ക് വരുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നത്. ഗസ്മാനും രണ്ട് മാർഷൽ സെയിന്റുകളും മാർക്കിനെ തേടി ഇതാ അവിടേക്ക് വരികയാണ്. അതിശക്തരായ രണ്ട് മാർഷൽ സെയിന്റുകളുമായി വാൻ ഗസ്മാൻ മാർക്കിനടുത്തേക്ക് പാഞ്ഞെത്തി. മാർക്ക്, നീ രക്ഷപ്പെട്ടുവെന്ന് സ്വയം കരുതിയല്ലേ? ആ ചോദ്യം അയാൾ ചോദിച്ചപ്പോൾ മാർക്കും എണീറ്റു. മാർക്കും ഗസ്മാനും ഇപ്പൊ മുഖാമുഖം നിൽക്കുകയാണ്. ഗസ്മാന്റെ തൊട്ടു പുറകിലായി ആ രണ്ട് മാർഷൽ സെയിന്റുകളുമുണ്ട്. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഗസ്മാൻ പറഞ്ഞതുപോലെ മാർക്ക് ഫെല്ലർ എത്ര വലിയ സംഭവമാണെങ്കിലും മാർഷൽ സെയിന്റുകളായ അവർക്ക് ഈ മാർക്ക് ഒന്നുമല്ല. അത് അവന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ആ പുഞ്ചിരി അവരുടെ മുഖത്തുള്ളത്. രണ്ട് അതിശക്തരായ മാർഷൽ സെയിന്റുകളെ നേരിടാൻ തനിക്കും പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മാർക്ക് ഫെല്ലർക്കും അറിയാം. മാർക്ക് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതിനെ കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുമ്പോൾ വാൻ ഗസ്മാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ അവസാന അവസരമാണ് ഞാനിതാ ഓഫർ ചെയ്യുന്നത്. നീ എമിലി ബ്ലാക്കിനെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടാം. മരണമുഖത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലർക്ക് ലഭിച്ചിരിക്കുന്ന പിടിവള്ളിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ വാൻ ഗസ്മാൻ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ പിടിവള്ളി എന്ന് പറയുന്നത് എമിലി ബ്ലാക്കിന്റെ ജീവനാണ്. ആ ജീവൻ വിട്ടുകൊടുത്തുകൊണ്ട് തനിക്ക് ജീവിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ച മാർക്ക് ഫെല്ലർ വാൻ ഗസ്മാനോട് പറഞ്ഞു, ഗസ്മാൻ, അത് നടക്കില്ല. അത് കേട്ടതും ഗസ്മാൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, ഈ അവസാന നിമിഷത്തിലും നിനക്ക് എമിലിയോടുള്ള സ്നേഹം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് അയാളുടെ ഇടതും വലതും നിൽക്കുന്ന ആ മാർഷൽ സെയിന്റുകളോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, ഇവനെ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഗസ്മാൻ അത് പറയുമെന്ന് അറിയാവുന്ന മാർക്ക് ഫെല്ലർ ആ നിമിഷമൊക്കെ ശരിക്കും അമ്പരപ്പോടെ അവരെയും തൊട്ടുമുള്ള കുഴിയിലേക്ക് നോക്കുകയാണ്. അകത്തുനിന്ന് ഒരു മുഴക്കമുണ്ട്. ആ മുഴക്കം ചെറുതായിട്ട് തുറന്നിരിക്കുന്ന ആ ഹാളിൽ കൂടിയാണ് കേൾക്കുന്നത്. അകത്ത് വല്ല മോൺസ്റ്ററും ഉണ്ടാകും. ആ മുഴക്കം വിലയിരുത്തിയ മാർക്കിന് തോന്നിയത് അതാണ്. അകത്ത് ഒരു മോൺസ്റ്ററെ ആരോ തടങ്ങിലിട്ടിരിക്കുകയാണ്.
ആ മോൺസ്റ്ററെ പുറത്തിറക്കിയാൽ തൽക്കാലം അവിടെ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അങ്കിൾ ലീയും അയാളുടെ കൂടെയുള്ള മാർഷൽ സേന്റികളും ആ ഭാഗത്തൊന്നുമില്ല. അവര് വിവരമറിഞ്ഞ് എത്തുമ്പോഴേക്കും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ആ കാര്യം മാർക്കിന് ഉറപ്പാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ കൈ നിവർത്തി താഴേക്ക് ആഞ്ഞൊരു ഇടി. മാർക്കിന്റെ എൻറ്റയർ ബലവും മാർക്ക് ആ റൗണ്ട് വാതിലിലേക്ക് കൊടുത്തു എന്ന് പറയാം. മെറ്റൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ വാതിലിൽ മാർക്കിന്റെ കൈ ശക്തമായി പതിഞ്ഞതും ആ മെറ്റൽ ശരിക്കും അകത്തേക്ക് അങ്ങ് വളഞ്ഞു മാറി. അതിശക്തമായി അതങ്ങ് വളഞ്ഞു മാറിയതും ആ കുഴിയിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം മുകളിലേക്ക് കുതിച്ചു വന്നു. ശരിക്കും ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് കുതിക്കും പോലെ ആ പ്രകാശം മുകളിലേക്ക് കുതിച്ചു. മാർക്കും വാൻ ഗസ്മാനും അയാളുടെ കൂടെയുള്ള ആ മാർഷൽ സേന്റികളും ആ കാഴ്ച കൃത്യമായി കണ്ടു. ഏകദേശം ഒരു തെങ്ങിന്റെ അത്ര പൊക്കത്തിൽ ആ പ്രകാശം മുകളിലേക്ക് കുതിച്ചു എന്ന് പറയാം. തെങ്ങിന്റെ ഒപ്പം പൊക്കത്തിലെത്തിയ ആ പ്രകാശം പെട്ടെന്ന് അവിടെ അങ്ങ് സ്റ്റില്ലായി. ആ പ്രകാശത്തിന് ഇപ്പോൾ ഒരു ആകൃതിയുണ്ട്. ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലാണ് ആ പ്രകാശം മുകളിൽ നിൽക്കുന്നത്. എന്താണ് സംഭവമെന്ന് മാർക്കിനോ ഗസ്മാനോ ആ മാർഷൽ സേന്റികൾക്കോ ഒരു പിടിയുമില്ല. മാർക്ക് വിചാരിച്ച മോൺസ്റ്റർ ആ കുഴിക്കകത്ത് ഇല്ല എന്ന യാഥാർത്ഥ്യം പക്ഷെ ഈ നിമിഷത്തിനുള്ളിൽ മാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. മാർക്കിന്റെ ഒരു പിടിവള്ളി ആ മോൺസ്റ്റർ ആയിരുന്നു. ആ മോൺസ്റ്ററെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മോൺസ്റ്റർക്ക് മാർക്കിനോട് ഒരു അടുപ്പ് ഫീൽ ചെയ്യും. ആ അടുപ്പ് ഉപയോഗിച്ച് ആ മാർഷൽ സേന്റികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് മാർക്ക് ഒരു നിമിഷം ആലോചിച്ചത്. പക്ഷെ അതാണ് ഇപ്പോൾ വെള്ളത്തിലായത്. മാർക്ക് ഫെല്ലർ നിരാശയോടെ മുകളിലേക്ക് നോക്കുന്നതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ എന്തോ മാജിക് അണയ്ക്കാൻ പോവുകയാണെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ വാൻ ഗസ്മാൻ പറഞ്ഞതും വാൻ ഗസ്മാന്റെ വലതു ഭാഗത്തുണ്ടായിരുന്ന മാർഷൽ സെയിന്റ് മുന്നോട്ടൊന്ന് കുതിച്ചു. അയാളുടെ വേഗത ശരിക്കും കണ്ണച്ചിക്കുന്നതാണ്. മാർഷൽ സെയിന്റായി ഒരാൾ മാറുമ്പോൾ അയാൾ പല കഴിവുകളും അഡീഷണലായി നേടുകയാണ്. മുന്നോട്ട് കുതിച്ച ഗസ്മാന്റെ ആ മാർഷൽ സെയിന്റ് തന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ കവറൊക്കെ കൊണ്ടുവന്നു. വജ്ര ഫിസിക് ബോഡിയിലേക്ക് മാർക്ക് മാറി. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ ബോഡിക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വജ്ര ഫിസിക് ബോഡിയിലേക്ക് മാർക്ക് മാറുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു സുവർണ്ണ പ്രകാശമുണ്ട്. ആ പ്രകാശം മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും വന്നപ്പോൾ തന്നെ മാർക്കിന്റെ വലത് കൈയിലേക്ക് മാർക്ക് ആബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റിംഗ് കൊണ്ടുവന്നു. മാർക്കിന്റെ എൻറ്റയർ ഊർജവും മാർക്ക് ആ വലത് കൈയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ നിമിഷത്തിൽ മാർക്കിന്റെ തൊട്ടു മുന്നിൽ ആ മാർഷൽ സെയിന്റ് എത്തിയിരുന്നു. മാർക്കിന്റെ മുന്നിലെത്തിയ മാർഷൽ സെയിന്റ് ഒരൊറ്റ ഇടി. ശരിക്കും ഒരു മാർഷൽ സെയിന്റിന്റെ പവർ അതെന്താണെന്ന് അത് കാണുന്ന നിമിഷത്തിൽ ആൾക്ക് മനസ്സിലാവും. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചാണ് ആ മാർഷൽ സെയിന്റ് മാർക്കിന് കൊടുത്തത്. രാവിലെ മാർക്കുമായി ഉടക്കിയ നിമിഷം മുതൽ ഒരു പെൻഡിങ് ദേഷ്യം ആ മാർഷൽ സെയിന്റിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി അയാൾ ആ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലറും അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് കൊണ്ട് തിരിച്ച് പഞ്ച് ചെയ്യുകയും ചെയ്തു. മാർക്കിന്റെ കൈയും അയാളുടെ കൈയും തമ്മിൽ കൂട്ടിമുട്ടി ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ശരിക്കും ആകാശത്തുള്ള പറക്കുകയാണ്. ഇടിയേറ്റ് മാർക്ക് ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണു. തെറിച്ചു വീഴുമ്പോൾ മാർക്കിന്റെ കൈ ഒന്ന് ഒടിഞ്ഞു എന്നൊരു സംശയം മാർക്കിനുണ്ട്. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ പല ഭാഗത്തും ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. മാർക്കിന് ശരിക്കും ഒരു അതിശയം, ഇതാണല്ലേ ഒരു മാർഷൽ സെയിന്റിന്റെ പവർ. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ അതിശയം ആ മാർഷൽ സെയിന്റിനും അയാളുടെ കൂടെയുള്ള മറ്റേ മാർഷൽ സെയിന്റിനും അതുപോലെ വാൻ ഗസ്മാനും ഉണ്ട്. ഒരു മാർഷൽ സെയിന്റിന്റെ പഞ്ചിനെയാണ് മാർക്ക് ഫെല്ലർ തടുത്തിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മാർഷൽ സെയിന്റ് പവറുള്ള കക്ഷിയൊക്കെയാണ് മാർക്ക് ഫെല്ലർ. പക്ഷെ അതും ഒരു ട്രൂ മാർഷൽ സെയിന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ട്രൂ മാർഷൽ സെയിന്റിന്റെ പഞ്ചിനെ മാർക്ക് ഫെല്ലർ തടുത്തിരിക്കുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലായതും ആ മാർഷൽ സെയിന്റ് മാർക്കിനോട് പറഞ്ഞു, നീ ചത്തില്ല അല്ലേ. ശരിക്കും മാർക്കും അതാ ആലോചിച്ചത്. താൻ ചത്തില്ല. ഒറ്റയിടിക്ക് മാർക്ക് തീരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ മാർക്ക് തീർന്നില്ല. മാർക്ക് ഫെല്ലർ എണീറ്റതും ആ മാർഷൽ സെയിന്റുകാരൻ മാർക്കിനോട് പറഞ്ഞു, ഓഹോ, ഒരിടി നീ താങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ പഞ്ച് നിനക്കൊണ്ട് താങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്കിന്റെ ബാലൻസ് ഉള്ള എനർജിയൊക്കെ ബോഡിയിലേക്ക് സ്വരൂപിക്കുകയാണ്. മാർക്ക് ആ എനർജിയൊക്കെ സ്വരൂപിക്കുമ്പോൾ തന്നെ ആ മാർഷൽ സെയിന്റ് മാർക്കിന് അടുത്തെത്തി. അവൻ വീണ്ടും ഒന്ന് പഞ്ച് ചെയ്തു. മാർക്ക് തിരിച്ചു പഞ്ച് ചെയ്തു.
രണ്ടാമത്തെ പഞ്ചും മാർക്കിന്റെ പുറത്തേറ്റതും മാർക്ക് തെറിച്ചു. പക്ഷെ നേരത്തെ പോലെ തെറിച്ച് ആകാശത്തോടെ പോയില്ല, പുറകിലോട്ട് അങ്ങ് നീങ്ങി പോവുകയാണ്. മാർക്ക് ഏകദേശം ഒരു 10-12 അടി പുറകിലോട്ടാണ് നീങ്ങിയത്. നേരത്തെ മാർക്ക് ഫെല്ലർ ഏകദേശം 20 അടി ദൂരേക്ക് തെറിച്ച് വീണതാണ്. ഇപ്പൊ ഇതാ അതിന്റെ പകുതി ദൂരത്തോളമേ മാർക്ക് ഫെല്ലർ എത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഇടിയിലും മാർക്ക് ഫെല്ലർ തീർന്നില്ല എന്ന് കണ്ടതും ആ മാർഷൽ സെന്റിന് വല്ലാത്തൊരു അത്ഭുതം, ശരിക്കും അയാൾക്കൊരു ഞെട്ടൽ തന്നെ ഉണ്ടെന്ന് പറയാം. അയാൾ അത്ഭുതത്തോടെ മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ ആ രണ്ടാമത്തെ മാർഷൽ സെന്റ് ഉറക്കെ പറഞ്ഞു, ഇവൻ ശരിക്കും ശക്തനാണ്, ഇവനെ ഇന്ന് തന്നെ കൊല്ലണം. ഇതുവരെയും ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുകയാണ് ആ രണ്ടാമത്തെ മാർഷൽ സെന്റ്. ഇവനെ ഇന്ന് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ അയാൾ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് അവൻ മാർക്കിനെ ഒന്ന് സ്റ്റഡിയാകാൻ കഴിയും മുമ്പ് മാർക്കിനെ ആഞ്ഞിടിച്ചു. അതിശക്തമായ ഒരൊറ്റ പഞ്ചിൽ മാർക്കിനെ തീർക്കാനുള്ള ദേഷ്യം അയാൾക്കുണ്ട്. ഇടിയേറ്റ് മാർക്ക് അതിവേഗം പുറകോട്ട് നീങ്ങി. പക്ഷേ നേരത്തെ 10 സ്റ്റെപ്പ് പുറകോട്ട് പോയ മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഏകദേശം 8 സ്റ്റെപ്പ് വരെ പുറകോട്ട് പോയുള്ളൂ. മാർക്കിനും അത് ബോധ്യമായി, താൻ നേരത്തെ അത്ര പുറകോട്ട് പോയിട്ടില്ല. മാർക്ക് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആ രണ്ടാമത്തെ മാർഷൽ സെന്റ് മനസ്സിലാക്കി. അയാൾ പിന്നെയും മുന്നോട്ട് കുതിച്ച് വീണ്ടും ഒരൊറ്റ പഞ്ച്. ഈ പ്രാവശ്യം മാർക്ക് ഫെല്ലർ ഏകദേശം 6 അടി മാത്രമാണ് പുറകോട്ട് മാറിയത്. ഈ സമയമായപ്പോൾ ആദ്യത്തെ മാർഷൽ സെന്റ് മുന്നോട്ട് കുതിക്കുകയും മാർക്കിനെ ഒന്ന് പഞ്ച് ചെയ്യുകയും ചെയ്തു. മാർക്ക് ഇപ്പോൾ പക്ഷേ ഏകദേശം ഒരു 4 അടി മാത്രം പുറകോട്ട് മാറി. ഈ സമയത്ത് ആ രണ്ടാമത്തെ മാർഷൽ സെന്റ് വളരെ അടുത്ത് നിൽക്കുകയാണ്. അയാൾ വീണ്ടും മാർക്കിനെ പഞ്ച് ചെയ്തു. മാർക്ക് ഒരു 2 അടി 3 അടിക്ക് അകത്ത് മാത്രം പുറകോട്ട് മാറി. ഉടനെ ഒന്നാമത്തെ മാർഷൽ സെന്റ് പഞ്ച് ചെയ്തു. മാർക്ക് ഏകദേശം 1 അടി പുറകോട്ട് മാറി. മാർക്കിന് ഒരു വല്ലാത്ത ആവേശം വരുന്നുണ്ട്. ആ മാർഷൽ സെന്റുകൾ മാർക്കിനെ ഇടിക്കുമ്പോൾ മാർക്ക് പുറകോട്ട് മാറുന്നതിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. മാർക്ക് ഏകദേശം 2 അടി മാത്രമേ പുറകോട്ട് മാറിയെന്ന് കണ്ടതും ആ രണ്ടാമത്തെ മാർഷൽ സെന്റ് അയാളുടെ പൂർണ്ണ ശക്തി എടുത്ത് മാർക്കിനെ ആഞ്ഞൊരൊറ്റ ഇടി മാർക്കും തിരിച്ചിടിക്കുകയാണ്. ആ നിമിഷത്തിൽ ആ മാർഷൽ സെന്റ് ശരിക്കും പുറകോട്ട് മാറി. മാർക്കിന്റെ ഇടിയേറ്റ് ആ മാർഷൽ സെന്റ് ഏകദേശം 3-4 സ്റ്റെപ്പ് പുറകോട്ട് മാറിയത് കണ്ടതും മാർക്കും ആ ഒന്നാമത്തെ മാർഷൽ സെന്റും വാൻ ഗസ്മാനും ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. 2 സൂപ്പർ മാർഷൽ സെന്റുകളാണ് മാർക്ക് ഫെല്ലറെ നേരിടുന്നത്. എന്നിട്ടും മാർക്കിന് ഒരു കുലുക്കവുമില്ല. പക്ഷെ ഇപ്പോൾ മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കി. മാർക്ക് അവസാനം ഇടിച്ച ആ സമയത്ത് മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇന്റേണൽ എനർജിയും ആ ഇടിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർക്കിന്റെ അബ്സല്യൂട്ട് ബെയിനിങ് സാക്രിഫൈസിന്റെ ഭാഗമായിട്ട് ഇന്റേണൽ എനർജി മാർക്ക് കയ്യിലേക്ക് കൊണ്ടുവരും. പക്ഷേ ആ സമയത്ത് ആ ഇന്റേണൽ എനർജി അങ്ങനെ വന്നില്ല. മാർക്കിന്റെ കൈയുടെ കരുത്ത് മാത്രമാണ് ആ മാർഷൽ സെന്റിനെ പുറത്ത് കൊണ്ടത്. മാർക്കിന് അത് മനസ്സിലായതും മാർക്ക് ഒന്ന് ചിരിച്ചു. ശരിക്കും മനോഹരമായ മാർക്ക് ചിരിക്കുകയാണ്. മാർക്കിന്റെ ആ ചിരി സകല പല്ലുകളും ഇങ്ങനെ പുറത്ത് കാണാം, വെളുക്ക ചിരിക്കുകയാണ്. ഒരു വല്ലാത്ത ചിരി. മാർക്കിന്റെ ആ പൊട്ടിച്ചിരിയും മാർക്കിന്റെ ആ തിളങ്ങുന്ന വെള്ള പല്ലുകളും കണ്ട വാൻ ഗസ്മാനും ആ 2 മാർഷൽ സെന്റുകളും അമ്പരപ്പെട് മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് മുന്നോട്ട് കുതിക്കുകയും വലതു ഭാഗത്തുണ്ടായിരുന്ന ആ മാർഷൽ സെന്റിനെ അതിശക്തമായി ഒന്ന് ഇടിക്കുകയും ചെയ്തു. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിൽ ആ മാർഷൽ സെന്റ് ആകാശത്തേക്ക് പൊങ്ങി ഉയരുന്ന കാഴ്ച വലത് അമ്പരപ്പോടുകൂടിയാണ് വാൻ ഗസ്മാൻ കണ്ടത്. ഇടിയേറ്റ് ആകാശത്തുള്ള പറക്കുന്ന ആ മാർഷൽ സെന്റിനെ ആ രണ്ടാമത്തെ മാർഷൽ സെന്റ് നോക്കുമ്പോഴേക്കും ആ രണ്ടാമത്തെ മാർഷൽ സെന്റിന്റെ അടുത്ത് മാർക്ക് എത്തിയിരുന്നു. മാർക്ക് അയാളെയും ഒന്ന് ആഞ്ഞ് പഞ്ച് ചെയ്തു. ഇടിയേറ്റ് ആ മാർഷൽ സെന്റും ദൂരേക്ക് തെറിച്ചു. ഇപ്പോ അവിടെ ഒരു സംഭവം നടക്കുകയാണ്. മാർക്കിന് മനസ്സിലായ കാര്യം വാൻ ഗസ്മാനും അയാളുടെ കൂടെയുള്ള ആ 2 മാർഷൽ സെന്റുകൾക്കും ആദ്യം മനസ്സിലായില്ല. അവിടെ സകല ഇന്റേണൽ എനർജിയും ശരിക്കും റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം അടുത്ത നിമിഷത്തിൽ വാൻ ഗസ്മാൻ മനസ്സിലായി. അവർക്ക് മുകളിൽ ഏകദേശം തെങ്ങിനൊപ്പം പൊക്കത്തിൽ ഒരു ഹാർട്ട് നേരത്തെ അവർ കണ്ടതാണ്. മാർക്ക് ആ കുഴിയിൽ ഇടിച്ചപ്പോൾ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങിയ പ്രകാശം ഇപ്പോൾ ശരിക്കും ആ മിസ്റ്റിക് വേൾഡ് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ആ മിസ്റ്റിക് വേൾഡിനകത്തുള്ള മുഴുവൻ സ്പിരിച്വൽ എനർജിയും ആ ഹാർട്ട് ഏതാണ്ട് കൺട്രോൾ ചെയ്യുകയാണ്. എന്താണ് ആ സംഭവമെന്നോ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്നോ വാൻ ഗസ്മാന് പിടിയില്ലെങ്കിലും ആ യാഥാർത്ഥ്യം ഗസ്മാൻ മനസ്സിലാക്കി. ഒരു കൺട്രോൾ ഇതാ വന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ദൂരേക്ക് തെറിച്ചു വീണ ആ 2 മാർഷൽ സെന്റുകൾക്കും മനസ്സിലാവുകയും ചെയ്തു.
രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. അവർ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഓ, ഇവിടെ നീ നിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്നാണ് കരുതുന്നല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ രണ്ട് മാർഷൽ സൈന്യങ്ങളും മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ മുഖം ശരിക്കും നിലാവ് പോലെ തിളങ്ങുകയാണ്. പല്ലുകൾ നല്ല തിളങ്ങി നിൽക്കുകയാണ്. മാർക്ക് എന്ത് ആഗ്രഹിച്ചിരുന്നോ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. മാർഷൽ സെയിന്റിന്റെ ബോഡിയേക്കാൾ ശക്തമായ ബോഡിയാണ് മാർക്കിനുള്ളത്. മാർക്കിന്റെ കരുത്തുറ്റ ബോഡിയുടെ പവർ അതെന്താണെന്ന് മാർക്കിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിരിക്കുന്ന അവസരമാണ്. മാർക്ക് ഫെല്ലർ ആ രണ്ട് മാർഷൽ സെയിന്റുകൾക്കും ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവരുടെ നേരെ കുതിച്ചു. ശരിക്കും കുതിച്ചു വരുന്ന മാർക്ക് ഫെല്ലറെ കണ്ടതും അവരും മാർക്ക് നേരെ കുതിക്കുകയായിരുന്നു. പക്ഷേ അതൊക്കെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അബദ്ധമാണെന്ന് അവർക്ക് മനസ്സിലായി. മാർക്കിന്റെ ഇടിയേറ്റ് രണ്ടുപേരും തറയിൽ വീണു. തറ വീണ അവരെ മാർക്ക് തറയിൽ വീണ് ഇടിക്കുകയാണ്. ഇടി എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ ഇടിയാണ് ഒരു സെക്കൻഡിൽ കയറുന്നത്. മാർക്കിന്റെ കൈവേഗത അത് അൺബിലീവബിളായ കൈവേഗതയാണ്. മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും ആ മാർഷൽ സൈന്യങ്ങളെ പുറത്ത് അങ്ങനെ ഇടിച്ച് കയറുകയാണ്. ശരിക്കും മാർക്ക് അവരെ ഇടിച്ച് പതപ്പിക്കുകയാണെന്ന് പറയാം. ഇടിയേറ്റ് ആ മാർഷൽ സൈന്യങ്ങൾക്ക് എണീക്കാൻ പറ്റാത്ത സാഹചര്യമായി. മാർക്ക് ആ രണ്ട് മാർഷൽ സൈന്യങ്ങളും എണീക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിന്ന് കണ്ടതും അവന്മാരുടെ ഗോൾഡൻ കോറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. മാർക്ക് ഇതുവരെയും ഒരു മാർഷൽ സൈന്യന്റെ ഗോൾഡൻ കോർ എടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴാണ് മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ മാർഷൽ സെയിന്റായി ഒരാൾ ബ്രേക്ക് ആകുമ്പോൾ അയാളുടെ ഗോൾഡൻ കോറ് ആ നിമിഷം അപ്രത്യക്ഷമാകും. മാർക്യൂസ് ആകുന്ന സമയത്താണ് ഒരാളുടെ ശരീരത്തിനുള്ളിൽ ഗോൾഡൻ കോർ ഉണ്ടാവുക. ആ ഗോൾഡൻ കോറ് മാർക്യൂസിൽ നിന്ന് മാർഷൽ സെയിന്റിലേക്ക് പോകുന്ന സമയത്ത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ആ സമയത്ത് അയാളുടെ സോള് ഒരു പുതിയ ആത്മാവായി മാറും. നേസന്റ് സോൾ സ്റ്റേജ് എന്ന് അതിനെ വിളിക്കുക. ആ നേസന്റ് സോള് അതാണ് ഇപ്പൊ അവരുടെ ശരീരത്തിലുള്ളത്. ഗോൾഡൻ കോറ് ഒരു പുതിയ ആത്മാവായി മാറുകയാണ്. മാർഷൽ സെയിന്റായി മാറുന്ന ഒരാളുടെ ജീവിത ദൈർഘ്യവും സ്വാഭാവികമായും വർദ്ധിക്കും. അയാൾക്ക് എത്ര നാൾ വേണമെങ്കിലും തുടർന്ന് ജീവിക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ മാർക്കിന്റെ അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. മാർക്കിന്റെ ആ എക്സസൈസ് മെക്കാനിസത്തിൽ നേസൻ സോൾ സ്റ്റേജ് ആണ് സാധാരണ ഇതിലുള്ള മാർഷൽ ആർട്സ് മെക്കാനിസത്തിൽ മാർഷൽ സെയിന്റിനോട് ഈക്വലന്റ് ആവുന്നത്. നേസന്റെ സോൾ ആയതുകൊണ്ട് ആ സോൾ വലിച്ചെടുക്കാൻ മാർക്കിന് പറ്റണമെങ്കിൽ മാർക്ക് അതിനേക്കാൾ മുകളിലെത്തണം. മാർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. പക്ഷെ യുവമാർക്ക് ഒരു പണി കൊടുത്തേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ച മാർക്ക് തൻ്റെ മുന്നിൽ താണു വീണ് കേട് അപേക്ഷിക്കുന്ന അവന്മാരോട് പറഞ്ഞു, ഏയ്, നിങ്ങളൊരു കാര്യം ചെയ്യും, എണീക്ക്. മാർക്ക് അങ്ങനെ പറഞ്ഞതും അവർ രണ്ടുപേരും എണീറ്റു. രണ്ട് മാർഷൽ സെയിന്റുകളാണ്. ഈ സമയത്ത് വാൻ ഗസ്മാൻ ആലിലെ പോലെ നിന്ന് വിറയ്ക്കുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഏറ്റവും ശക്തരായ ആ രണ്ട് മാർഷൽ സെയിന്റുകളും മാർക്കിന്റെ ഇടിയേറ്റ് ഏതാണ്ട് തീർന്ന അവസ്ഥയിലാണ്. ആ മാർഷൽ സെയിന്റുകളുടെ സകല എല്ലുകളും മാർക്ക് ഫെല്ലർ ഏതാണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ടെന്ന് പറയാം. പക്ഷെ മാർഷൽ സെയിന്റുകൾ ആയതുകൊണ്ട് അവർക്ക് എണീറ്റിരിക്കാനൊക്കെ പറ്റും. അത്ര ശക്തമായ ബോഡി തന്നെയാണ് അവർക്ക് ഉള്ളത്. മാർക്ക് ഫെല്ലറുടെ ഇടിയേറ്റ് ഏതാണ്ട് ഒരു പരുവമായ നിമിഷത്തിൽ മാർഷൽ സെയിന്റുകളിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, നമുക്ക് രക്ഷയില്ല, ഓടിക്കൂ. അത് കേട്ടതും ആ രണ്ട് മാർഷൽ സെയിന്റുകളും അവർക്കൊപ്പമുള്ള വാൻ ഗസ്മാനും ആ കൊട്ടാരത്തിന് നേരെ ഓടി. കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ ഭാഗത്താണ് ആളുകൾ ആരുമില്ലാത്തത്. അവിടെ നിന്ന് കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ആ മൂവർ സംഘം ഓടുമ്പോൾ അവിടെ തൊട്ടുപുറകെ മാർക്ക് ഫെല്ലർ ഓടി തുടങ്ങി. പാലസിനകത്ത് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ പുറത്ത് ശബ്ദം കേട്ട് ഓടി പുറത്തേക്ക് വരുമ്പോൾ രസകരമായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. രണ്ട് മാർഷൽ സെയിന്റുകളെ ആ കൊട്ടാരത്തിന് മുന്നിലിട്ട് ഓടിക്കുന്ന മാർക്ക് ഫെല്ലറെയാണ് അവർ കണ്ടത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച, ഞെട്ടിപ്പിക്കുന്ന കാഴ്ച, വിശ്വസിക്കാനാവാത്ത കാഴ്ച എന്ന് പേരിട്ട് വേണമെങ്കിലും ആ കാഴ്ചയെ ആളുകൾക്ക് വിളിക്കാം. മാർഷൽ സെയിന്റുകൾ ഈ ഭൂമിയിലെ അവസാന വാക്കാണ്. ശക്തിയുടെ അവസാനത്തെ അടയാളമാണ് മാർഷൽ സെയിന്റ്. ആ മാർഷൽ സെയിന്റുകളെ ഇതാ മാർക്ക് ഫെല്ലർ ആ കൊട്ടാരത്തിന് മുന്നിലിട്ട് ഓടിക്കുകയാണ്. യാവമെങ്ങും കോങ് യാനിക്കും ചൂ സഹോദരന്മാരും എന്ന് വേണ്ട സകലരും ഇപ്പോൾ പാലസിന് പുറത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. മാർക്ക് ഫെല്ലർ ആ മാർഷൽ സെയിന്റുകളുടെ പുറകെ ഓടി അവരുടെ ഒപ്പമെത്തിയതും മാർക്ക് ഫെല്ലർ ആ മാർഷൽ സെയിന്റുകളെ ആഞ്ഞടിക്കുകയാണ്.
അടിയേറ്റ് മാർഷൽ സൈന്യങ്ങൾ തെറിച്ചു വീഴുകയാണ്. തെറിച്ചു വീണ മാർഷൽ സൈന്യങ്ങളെ മാർക്ക് ഫെല്ലർ കാലി ഉയർത്തി ആഞ്ഞു തൊഴിക്കുകയാണ്. ആ തൊഴിയേറ്റ് അവർ പിന്നെ തെറിക്കുകയാണ്. തെറിച്ച് അവിടെയുള്ള ഒരു മരത്തിലിടിച്ച് താഴേക്ക് വീഴുന്ന മാർഷൽ സൈന്യത്തെ അമ്പരപ്പോടെ ആളുകൾ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ 2 മാർഷൽ സൈന്യങ്ങളെയും 2 കൈകൊണ്ട് തൂക്കിയെടുത്തു. ശരിക്കും 2 പൂച്ചക്കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് ഒരാൾ നടക്കുന്ന പോലെ മാർഷൽ സൈന്യങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് മാർക്ക് ഫെല്ലർ അങ്ങനെ നടന്നു വരികയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച. മാർക്ക് ഫെല്ലർ ആ 2 മാർഷൽ സൈന്യങ്ങളെയും ഇതാ കൊല്ലാൻ പോവുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ വാൻ ഗസ്മാൻ അലറുകയാണ്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നാണ് വാൻ ഗസ്മാൻ അലറുന്നത്. ആ നിമിഷത്തിൽ വാൻ ഗസ്മാനെ മാർക്ക് ഫെല്ലർ കാല് നിവർത്തി ആഞ്ഞൊരൊറ്റ ചവിട്ട്. തികച്ചും അപ്രതീക്ഷിതം എന്നല്ലാതെ ആ ചവിട്ടിനെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല. വാൻ ഗസ്മാൻ തെറിച്ച് ചെന്ന് വീണത് സാക്ഷാൽ അങ്കിൾ ലീയുടെ പുറത്താണ്. ശബ്ദം കേട്ട് അങ്കിൾ ലീയും അയാൾക്കൊപ്പമുള്ള ആ മാർഷൽ സൈന്യങ്ങളും ഓടി അവിടേക്ക് വന്നതാണ്. ഓടിയെത്തിയ അവർ തികച്ചും അമ്പരപ്പിക്കുന്ന, വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. വാൻ ഗസ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന 2 മാർഷൽ സൈന്യങ്ങളെയും മാർക്ക് ഫെല്ലർ കോളർ തൂക്കി പിടിച്ചിരിക്കുകയാണ്. വാൻ ഗസ്മാൻ അങ്കിൾ ലീയെ കണ്ടതും അങ്കിൾ ലീയോട് പറഞ്ഞു, അങ്കിൾ പ്ലീസ് രക്ഷിക്കണേ അങ്കിൾ, പ്ലീസ് അങ്കിൾ രക്ഷിക്കണേ അങ്കിൾ. എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം അങ്കിൾ ലീക്ക് ഒരു പിടിയില്ല. പക്ഷെ ഗസ്മാന്റെ ആ അവസ്ഥ മനസ്സിലാക്കിയ അങ്കിൾ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. അങ്കിൾ ലീ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അങ്കിൾ ലീയോട് പറഞ്ഞു, ഏയ് മാറിക്ക്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു മറുപടിയാണ് മാർക്ക് ഫെല്ലറുടെ ഭാഗത്തുണ്ടായത്. ഏയ് മാർക്ക്, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഏയ് മിസ്റ്റർ ലീ മാറിക്കല്ലേ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ലീയെ പിടിച്ചങ്ങ് തള്ളി. അത് കണ്ടതും ലീക്കൊപ്പമുള്ള ആ 2 മാർഷൽ സൈന്യങ്ങളും ദേഷ്യത്തോടെ മാർക്ക് നേരെ ഓടി വന്നു. ദേഷ്യത്തോടെ മാർക്കിന് നേരെ ഓടി വന്ന ആ മാർഷൽ സൈന്യങ്ങളെ കണ്ടതും മാർക്ക് താൻ പിടിച്ചിരിക്കുന്ന ആ 2 മാർഷൽ സൈന്യങ്ങളെ തറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ഓടി വരുന്ന 2 മാർഷൽ സൈന്യങ്ങളുടെ ബോഡി നോക്കി ഓരോ പഞ്ച്. വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കോങ് യാനിക്കും ടീമും കാണുകയാണ്. മാർക്കിന് നേരെ കുതിച്ചു വന്ന ആ 2 മാർഷൽ സൈന്യങ്ങളും ഇതാ ആകാശത്ത് നിൽക്കുകയാണ്. മാർക്കിന്റെ ഇടിയേറ്റ് അവര് ആകാശത്തേക്ക് തെറിച്ചതാണ്. ആ മാർഷൽ സൈന്യങ്ങൾ താഴേക്ക് വന്ന് വീഴുമ്പോൾ മാർക്ക് ഫെല്ലർ വീണ സ്ഥലത്ത് നിന്ന് അവരെ കാല് നിവർത്തി ഒരൊറ്റ തൊഴി. ആ 2 മാർഷൽ സൈന്യങ്ങളും ശരിക്കും ഫുട്ബോൾ പറക്കും പോലെ ആ ഗ്രൗണ്ടിന് മുകളിലൂടെ പറന്ന് അല്പം ദൂരേക്ക് പോയി വീണു. അങ്കിൾ ലീ ശ്വാസം നിലച്ചതുപോലെ ആ കാഴ്ച കണ്ടങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സംഭവിക്കുന്നത്? എന്ത് മാജിക്കാണ് അവിടെ സംഭവിക്കുന്നത്? യാവമെങ്കും ഏതാണ്ട് വാപൊളിച്ച് നിൽക്കുകയാണ്. ആർക്കും ഒന്നും കൊണ്ട് മനസ്സിലാവുന്നില്ല. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ തന്റെ കാൽച്ചൂട്ടി കിടക്കുന്ന ആ 2 മാർഷൽ സൈന്യങ്ങൾക്കും ഒരു നിർദ്ദേശം കൊടുത്തു, അഴിക്ക്. മാർക്ക് പറയുന്നത് എന്താണെന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല. മാർക്ക് അവരോട് പറഞ്ഞു, ഡ്രസ് അഴിക്ക്. ഭയന്നു പോയ ആ മാർഷൽ സൈന്യങ്ങൾ അതിവേഗം അവരുടെ ഡ്രസ് അഴിച്ചു. 2 മുതിർന്ന പുരുഷന്മാരാണ് ഈ മാർഷൽ സൈന്യങ്ങൾ. ആ മുതിർന്ന പുരുഷന്മാർ അവരുടെ ഡ്രസ്സ് വലിച്ചഴിക്കുമ്പോൾ ശരിക്കും ഒരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ട്. ഡ്രസ്സ് അഴിച്ച മുതിർന്ന പുരുഷന്മാരോട് മാർക്ക് പറഞ്ഞു, ഓട്. കേൾക്കേണ്ട താമസം ആ 2 മാർഷൽ സൈന്യങ്ങളും അവിടെ ഓടാൻ തുടങ്ങി. ഒരു തുണി പോലും ഇല്ലാതെ 2 മാർഷൽ സൈന്യങ്ങൾ ആ മുറ്റത്തുകൂടി അങ്ങനെ ഓടുമ്പോൾ വിശ്വസിക്കണോ വേണ്ടിയോ എന്നറിയാത്ത സാഹചര്യത്തിൽ എൻ്റെ ജനവും ആ കാഴ്ച കാണുകയാണ്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും മനസ്സിലാ ചോദ്യം ചോദിക്കുകയാണ്. അങ്കിൾ ലീ ഏതാണ്ട് വാ വിളിച്ച് നിൽക്കുകയാണ്. വാൻ ഗസ്മാൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. യാവമൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ ഇത്? എന്താ സംഭവം? ഇതെങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ യാവ ചോദിച്ചതും യാവയോട് മറുപടി പറയാതെ മാർക്ക് ഫെല്ലർ ആ ഓടുന്ന മാർഷൽ സൈന്യങ്ങളെ അവിടെ പിടിച്ചു നിർത്തി. അതിനുശേഷം ദൂരേക്ക് തെറിച്ചു വീണ ആ 2 മാർഷൽ സൈന്യങ്ങളുടെ മാർക്ക് അടുത്തേക്ക് വിളിച്ചു. അവരുടെ കൈവശമുള്ള എല്ലാ മാർഷൽ സൈന്യ ആയുധങ്ങളും മറ്റ് ആർട്ടിഫാക്റ്റുകളൊക്കെ മാർക്ക് അവരെന്തെങ്കിലും വാങ്ങിച്ചു. അവരുടെയൊക്കെ കയ്യിൽ ആഭരണങ്ങളൊക്കെ ഉണ്ട്. പലതും മാന്ത്രിക നിലവറകളാണ്. അതെല്ലാം വാങ്ങിച്ചെടുത്ത മാർക്ക് വാൻ ഗസ്മാന്റെ ദേഹത്തുള്ള മുഴുവൻ സാധനങ്ങൾ അഴിച്ചെടുത്തു. അതുപോലെ അങ്കിൾ ലീയുടെ എല്ലാം അഴിച്ചെടുത്ത് കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ അങ്കിൾ ലീയോട് പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം, വാതിൽ തുറക്ക്. മെസ്സിക്ക് വേണ്ടി നിന്ന് പുറത്തു പോകണമെങ്കിൽ മാർക്കിന് ആ വാതിൽ തുറന്നു കിട്ടണം. അത് കേട്ടത് അങ്കിൾ ലീ പറഞ്ഞു, ഏയ് അതൊന്നും പറ്റത്തില്ല. അങ്ങനെ അങ്കിൾ ലീ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളുടെ കഴുത്തിൽ നിന്ന് കൈവച്ചു. അടുത്ത നിമിഷത്തിൽ അങ്കിൾ ലീ മാർക്കിന്റെ കയ്യിൽ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. മാർക്ക് കൈയൊന്ന് അമർത്തിയാൽ അങ്കിൾ ലീ അവിടെ അവസാനിക്കും. ഏയ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ശരിക്കും മാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്
കൃത്യമായി അങ്കിളിലേക്ക് അപ്പം തന്നെ മനസ്സിലായി. അങ്കിളിലെ ഉടൻ തന്നെ മാർക്കിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ തുറക്കാം. അയാളുടെ കയ്യിലുള്ള രഹസ്യ കോഡ് ഉപയോഗിച്ച് മാർക്ക് അയാളെ താഴെ നിർത്തിയതും അയാൾ ആ മിസ്റ്റിക് വേൾഡിനെ വാതിൽ തുറന്നു. മാർക്ക് എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഉറക്കെ അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ 10,000 year old ഹെർബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിവൈൻ മരുന്നുണ്ടാക്കാനുള്ള പ്രിസ്ക്രിപ്ഷനും അതുപോലെ ഡിവൈൻ സ്പെല്ലുകളും ഇപ്പൊ തരും. മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾക്ക് പെട്ടെന്ന് പ്രസക്തി ഉണ്ടായി. ഒരു പെൺകുട്ടി അവളുടെ കൈവശമുള്ള 10,000 year old ഹെർബ്സ് ആ നിമിഷം തന്നെ മാർക്കിന് കൊടുത്തു. മാർക്ക് അവിടെ മാർഷൽ സെയിന്റുകളെ ഓട്ടിച്ചിട്ട് തല്ലുന്നത് കണ്ട അവക്ക് മാർക്കിന്റെ ശക്തി കിട്ടണമെങ്കിൽ മാർക്ക് കഴിക്കുന്ന അതേ മരുന്നുകൾ കഴിക്കണമെന്ന് അറിയാം. അതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിവേഗമാണ് മാർക്കിനെ ആ 10,000 year old ഹെർബ്സ് ആ പെൺകുട്ടി ഹാൻഡ് ഓവർ ചെയ്തു. മാർക്ക് ഉടൻ തന്നെ അവൾക്ക് ആ പ്രിസ്ക്രിപ്ഷന്റെ ഫോമുലയും അതുപോലെ നേരത്തെ മാർക്ക് പഠിച്ചിരുന്ന ആ ഡിവൈൻ സ്പെല്ലുകളും ഹാൻഡ് ഓവർ ചെയ്തു. ഈ സമയത്ത് യാവോമിങ് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, എന്താ സംഭവം? അങ്ങനെ യാവോ ചോദിച്ചപ്പോൾ മാർക്ക് യാവോട് പറഞ്ഞു, യാവോ, നീ നിന്റെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഒന്ന് യൂസ് ചെയ്തേ. അത് കേട്ടതും യാവോ അവളുടെ ഇന്ത്യൻ എനർജി ഒന്ന് റിലീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അവൾ സ്ട്രക്കായി. അവളുടെ ഇന്ത്യൻ എനർജി സ്ട്രക്കായി നിൽക്കുകയാണ്. ഏയ് മാർക്ക്, എന്താ സംഭവം? എനിക്ക് ഇന്ത്യൻ എനർജി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഏയ് യാവോ, അത് തന്നെയാണ് കാര്യം. അങ്ങനെ യാവോട് പറഞ്ഞിട്ട് മാർക്ക് യാവോട് ചോദിച്ചു, നീ ആ ഹെർബ്സ് വാങ്ങിച്ചല്ലേ? വാങ്ങിച്ചു. യാവോ ഉടൻ തന്നെ അവൾ കളക്ട് ചെയ്ത ആ 10,000 year old ഹെർബ്സ് മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പൊ മാർക്കിന്റെ കയ്യിൽ 2 10,000 year old ഹെർബ്സ് ഉണ്ട്. അതിനു പുറമെ ആ മാർഷൽ സെയിന്റുകളിൽ നിന്നും വാൻ ഗസ്മാനിൽ നിന്നും അങ്കിൾ ലീയിൽ നിന്നും മാർക്ക് അടിച്ചു മാറ്റിയ സാധനങ്ങളുണ്ട്. അതെല്ലാം മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. അതിനുശേഷം മാർക്ക് വീണ്ടും ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നു. അവിടെ ആ സംഭവം അങ്ങനെ നിൽക്കുകയാണ്. ആ ഹാർട്ട്, മാർക്ക് ആ ഹാർട്ടിനെ ഒന്ന് നോക്കിയിട്ട് തറയിന്ന് ഒന്ന് ജമ്പ് ചെയ്ത് ആ ഹാർട്ടിനെ വലിച്ചിങ്ങെടുത്തു. മാർക്ക് അതിനെ മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. അതിനുശേഷം മാർക്ക് അതിവേഗം ആ എൻട്രൻസിലേക്ക് ഓടി. മാർക്കിനറിയാം ആ ഹാർട്ടാണ് അവിടെയുള്ള മൊത്തം സ്പിരിച്വൽ എനർജിയും റെസ്ട്രിക്ട് ചെയ്തത്. ആ സ്പിരിച്വൽ റെസ്ട്രിക്ഷൻ ആ ഹാർട്ട് അവിടെ നിന്ന് പിന്മാറുന്ന സമയത്തിൽ അവസാനിക്കും. അതറിയാവുന്ന മാർക്ക് ശരിക്കും ലൈറ്റിന്റെ വേഗതയിൽ കുതിച്ച് ഗേറ്റിന്റെ സമീപത്തെത്തി. മാർക്ക് ഫെല്ലർ ഗേറ്റിന്റെ സമീപത്തെത്തിയ ആ നിമിഷത്തിൽ അങ്കിളിലേക്കും അങ്കിൾ ലീയുടെ ഒപ്പമുള്ള ആ മാർഷൽ സെയിന്റുകൾക്കും ശരിക്കും അവിടെ ശക്തി വീണ്ടും കിട്ടുകയാണ്. മാർഷൽ സെയിന്റുകൾക്ക് ഉടൻ തന്നെ അത് മനസ്സിലായി. അവർ അങ്കിൾ ലീയോട് പറഞ്ഞു, നമ്മുടെ എനർജി തിരിച്ചു കിട്ടി. അത് കേട്ടതും അങ്കിൾ ലീ ആ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചതും മാർക്ക് ഫെല്ലർ ആ ഗേറ്റ് വഴി പുറത്ത് കടക്കുകയും ചെയ്തു. വളരെ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ മാർക്കിനുണ്ടായിരുന്നു. മാർക്ക് ആ ഗേറ്റിന് പുറത്ത് കിടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. മാർഷൽ സെയിന്റുകൾക്ക് ഒരിക്കലും ആ ഗേറ്റ് കടന്ന് പുറത്തു വരാൻ പറ്റില്ല. ഗാർഡിയന്റെ നിയന്ത്രണമുണ്ട്. അതറിയാവുന്ന മാർക്ക് പുറത്തു നിന്നിട്ട് അങ്കിൾ ലീ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോ അങ്കിൾ ലീ ടാറ്റ. ശരിക്കും അമ്പരപ്പിക്കുന്ന കുറെ രംഗങ്ങൾ ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നേരെ പോയത് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലേക്കാണ്. മാർക്ക് അവിടെ നിന്ന് പോകുമ്പോൾ മാർക്ക് പോകുന്ന കാര്യം സകലർക്കും മനസ്സിലാകുന്ന ശൈലിയിൽ പബ്ലിക്കായിട്ടാണ് പോക്കൊക്കെ. മാർക്ക് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലേക്ക് പോകാനുള്ള എയർപോർട്ടിൽ എത്തുമ്പോൾ അനവധി ആളുകളോട് സംസാരിക്കുന്നതും ഒക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയ സീനുകളാണ്. മാർക്ക് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലേക്ക് പോകുന്ന കാര്യം സകലരും അറിയണമെന്ന് മാർക്കിന് നിർബന്ധമുണ്ടെന്ന അർത്ഥം. മാർക്ക് ഫെല്ലർ ന്യൂ സെലസ്റ്റിൽ നിന്ന് ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലേക്ക് പോകുന്ന ആ സ്ഥലത്തുള്ള എയർപോർട്ടിൽ എത്തിയ എല്ലാ തെളിവുകളും മാർക്ക് മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. മാർക്ക് അവിടെ നിന്ന് ഒരു ബോട്ടിൽ ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനിലേക്ക് തിരിച്ചു. ആ ബോട്ടിൽ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ആ ഭാഗത്തേക്ക് പോയ മാർക്ക് അവിടെ നിന്ന് മടങ്ങി മറ്റു സ്ഥലത്തെത്തി. മാർക്ക് അവിടെ നിന്നാണ് വീണ്ടും പൈറോയിലേക്ക് തിരിച്ചത്. പൈറോയിലെ ഒരു വിദൂര എയർപോർട്ടിൽ ഇറങ്ങിയ മാർക്ക് ചുറ്റിത്തിരിഞ്ഞ് നേരെ എത്തിയത് ആ ഹോങ്ങി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡുള്ള സിറ്റിയിലേക്കാണ്. മാർക്ക് ഹോങ്ങി സെക്ഷന്റെ മിസ്റ്റിക് വേൾഡിൽ എത്തുമ്പോൾ അവിടെ വിൽജാക്കും ഉണ്ട്, സ്യൂക്കുനും ഉണ്ട്. വിൽജാക്കിനെയും സ്യൂക്കുനെയും അടുത്തേക്ക് വിളിച്ച മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഞാൻ സെക്ലൂഷനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എനിക്ക് കാവലായി പുറത്തുണ്ടാകണം. ആരെങ്കിലും ശല്യം ചെയ്യാൻ വരികയാണെങ്കിൽ അവരെ ഒഴിവാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവിടെ ആ ഹോങ്ങി സെക്ഷനിലെ ഏറ്റവും ശാന്തമായ മുറി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് കയറി. ആ മുറിയിലേക്ക് കിടന്ന മാർക്ക് ഫെല്ലർ അല്പസമയം കഴിഞ്ഞതും കണ്ണുകൾ അടച്ചു. ശമ്രം പടിഞ്ഞിരുന്ന ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാർക്ക് ഫെല്ലറെ ദൂരെ നിൽക്കുന്ന വിൽജാക്ക് കണ്ടു. വിൽജാക്ക് ശബ്ദമുണ്ടാക്കാതെ ആ ഭാഗത്തുനിന്ന് പതുക്കെ പിന്മാറി. വിൽജാക്കും സ്യൂക്കുനും ആ ഹോങ്ങി സെക്ഷന്റെ മുൻഭാഗത്തെത്തി. അതിഥികളൊക്കെ വരുമ്പോൾ
സ്വീകരിക്കുന്ന സ്ഥലത്തേക്കാണ് അവരെത്തിയത്. അവിടെ എത്തിയതും വിൽജാക്ക് സൂക്കിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് റോന്തു വിറ്റാം, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയണമല്ലോ. മാർക്ക് ഫെല്ലർ സെക്ലൂഷനിലേക്ക് കടന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ മാർക്ക് ഫെല്ലർ ലൈറ്റ് ലെവൽ മാർക്യൂസ് ആണ്. അവിടുത്തെ മാർക്കിന് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കണം. പീക്ക് ലെവൽ മാർക്യൂസ് ആയിട്ടോ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയിട്ടോ മാർക്കിന് ബ്രേക്ക് ചെയ്യാം. മാർക്ക് ആ ബ്രേക്കിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ അങ്ങനെ അവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ വിൽജാക്ക് ആ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ബിൽഡിങ്ങിന് ചുറ്റും നടന്ന വിൽജാക്ക് ആ ഹോമി സെക്ഷന്റെ മതിലെന്ന് വിളിക്കാൻ കഴിയുന്ന ആ ഏരിയ മുഴുവൻ ഒന്ന് കറങ്ങി തുടങ്ങി. ആരെങ്കിലും ആ ഭാഗത്തേക്ക് പുറത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് സശ്രദ്ധം വീക്ഷിക്കുകയാണ് വിൽജാക്ക്. സൂക്കുനൻ മുൻഭാഗത്ത് തന്നെ ഉണ്ട്. ഈ സമയത്ത് ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഗ്രാനിക്യുനിന്റെ മുറിയിൽ സാക്ഷാൽ ഗൂഷിങ് ഹി തന്റെ കൂടെയുള്ള രണ്ടാളുകളോട് സംസാരിക്കുകയാണ്. നമുക്ക് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കണം. എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് പരമാവധി ഒരു 10 ദിവസം, അത്രയും ദിവസത്തേക്ക് മാർക്ക് ഫെല്ലർക്ക് ആ മാർഷൽ സെയിന്റ് പവർ കീപ്പ് ചെയ്യാൻ പറ്റും. മാർക്ക് ഫെല്ലറുടെ ശരീരത്തിലുള്ള ആ മാർഷൽ സെയിന്റ് പവർ തീർന്നാലുടൻ മാർക്കിനെ അവസാനിപ്പിക്കണം. അത് നേരത്തെ തന്നെ ഗൂഷിങ് എടുത്ത തീരുമാനമാണ്. ഗൂഷിങ് മാത്രമല്ല, ജിങ്തു മേഖലയിലെയും ന്യൂ സെലസ്റ്റിലെ മറ്റ് മേഖലകളിലെയും അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ പല ആളുകളും അത്ര ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. വേറെയും ശത്രുക്കൾ മാർക്കിനുണ്ട്. അവരൊക്കെ ആ തീരുമാനത്തിലാണ്. ഗൂഷിങ് പറഞ്ഞത് കേട്ടതും ആ ഗൂഷിങ്ങിന്റെ കൂടെയുള്ള ആളുകൾ ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഇപ്പോ മാർക്ക് എവിടെ ഉണ്ടാകും? അത് ഞാനോട് പറയേണ്ടത്, അതല്ലേ നിങ്ങളുടെ ജോലി, നിങ്ങൾ കണ്ടുപിടിക്കണം. ഗൂഷിങ് നിർദ്ദേശം കൊടുത്തതും ആ കൂടെയുള്ള ആളുകൾ മാർക്ക് ഫെല്ലറെ തിരക്കി പുറത്തിറങ്ങി. ഏകദേശം വൈകുന്നേരം ആയപ്പോൾ അവർ വീണ്ടും ഗൂഷിങ്ങിന്റെ അടുത്തെത്തി. ഗൂഷിങ്, മാർക്ക് ആ ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് അപ്പോഴേ തോന്നി അവൻ അത് ചെയ്യുമെന്ന്. ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷനിലേക്ക് പോയാൽ അവൻ ആരും കണ്ടുപിടിക്കില്ലെന്നാണ് അവൻ കരുതിയത്. വേഗം നമ്മൾ ആളുകളുമായി അങ്ങോട്ട് ചെല്ലും, അവനെ അവിടെ ഇട്ട് തീർക്കണം. ഗൂഷിങ്ങിന്റെ ആജ്ഞ കിട്ടിയതും വെളുത്ത താടിയുള്ള ഒരു മനുഷ്യനും കറുത്ത താടിയുള്ള ഒരു മനുഷ്യനും അതുപോലെ മറ്റൊരു വ്യക്തിയും, അവർ 3 പേരും പർപ്പിൾ വസ്ത്രധാരികളാണ്. പീക്ക് ലെവൽ മാർക്യൂസുകളാണ് 3 പേരും. ആ 3 സംഘം ഗൂഷിങ്ങിന്റെ ആജ്ഞ പ്രകാരം ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷനിലേക്ക് തിരിച്ചു. ഇമോർട്ടൽ സ്ലെയിൻ സെക്ഷനിലേക്ക് ആ ടീം തിരിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ ധ്യാനത്തിലിരിക്കുന്ന മുറിയിലേക്ക് സാവധാനം സൂക്കുനിന്റെ ശ്രദ്ധയപ്പെടാതെ വിൽജാക്ക് എത്തിയിരിക്കുകയാണ്. വിൽജാക്ക് ആ മുറിയുടെ വാതിൽക്കൽ എത്തിയതും ഒന്ന് ശ്രദ്ധിച്ചു. മാർക്ക് ഫെല്ലർ ഇപ്പോ പൂർണ്ണ നിശബ്ദതയിൽ ധ്യാനത്തിലിരിക്കുകയാണ്. മാർക്കിന്റെ ശ്വാസം പോലും നിലച്ചിരിക്കുകയാണ്. ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും ബ്രേക്കിങ്ങിന് ശ്രമിക്കുന്ന സമയത്താണ് അവർ ഏറ്റവും വീക്ക് ആവുക. അവര് പൂർണ്ണമായും ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയായിരിക്കും. ആ സമയത്ത് പുറത്തുള്ള ഒരു കാര്യവും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പുറത്തുള്ള ഒന്നും അവരറിയില്ല എന്നതാണ് സത്യം. മാർക്ക് ഫെല്ലറുടെ മുന്നിലേക്ക് വന്ന വിൽജാക്ക് പതുക്കെ മാർക്കിനെ വിളിച്ചു നോക്കി. മാർക്ക്. ആ വിളി കേട്ടിട്ടും മാർക്കിന് അനക്കമൊന്നുമില്ല. മാർക്കിന് അനക്കമില്ലെന്ന് കണ്ടതും വിൽജാക്ക് അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ ആ മാർഷൽ ആർട്ടിഫാക്റ്റിൽ നിന്ന് ഒരു ചെറിയ കത്തി പുറത്തേക്ക് വന്നു. നല്ല മനോഹരമായ പിടിയുള്ള ഒരു കത്തി. ആ കത്തി അയാളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് നന്നായി തിളങ്ങുന്നുണ്ട്. ആ കത്തി കയ്യിലെടുത്ത വിൽജാക്ക് ചുറ്റും ഒന്ന് നോക്കി. അങ്ങ് ദൂരെയായി സൂക്കുനനെ കാണാം. പക്ഷെ സൂക്കുനൻ ആ ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. അവളുടെ ശ്രദ്ധ പൂർണ്ണമായും പുറത്തേക്കുള്ള വാതിലാണ്. ഹോങ്ങി സെക്ഷനുമായി ബന്ധപ്പെട്ട പലരും പുറത്തുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ആ ഹോങ്ങി സെക്ഷന്റെ രഹസ്യ പാസ്വേഡ് കാണും. അവരാരെങ്കിലും ആ വാതിൽ വഴി കടക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് സൂക്കുനൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. സൂക്കുനന്റെ ശ്രദ്ധ അങ്ങോട്ടല്ലെന്ന് മനസ്സിലാക്കിയതും വിൽജാക്ക് ആ കത്തി ഒന്ന് ഉയർത്തി മാർക്ക് ഫെല്ലറുടെ നെറ്റിയിലേക്ക് ആഞ്ഞൊരൊറ്റ കുത്ത്. മാർക്ക് ഫെല്ലറുടെ ഗ്ലാബല്ല ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വിൽജാക്ക് ആ കത്തി ഒന്ന് താഴ്ത്തിയത്. പക്ഷെ ആ കത്തി മാർക്കിന്റെ നേരെ പാഞ്ഞു വരുമ്പോൾ വിൽജാക്ക് ഒരു കാഴ്ച കണ്ടു. തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന മാർക്ക് ഫെല്ലറെയാണ് അയാൾ കാണുന്നത്. മാർക്കിന്റെ തുറന്നിരിക്കുന്ന കണ്ണുകൾ കണ്ടതും മാർക്കിന്റെ നെറ്റിക്ക് നേരെ കൊണ്ടുവന്ന വിൽജാക്കിന്റെ കത്തി അറിയാതെ അങ്ങ് നിന്നു പോവുകയാണ്. സ്തംഭിച്ചു പോയ വിൽജാക്ക് പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ വെറുതെ. വിൽജാക്ക് അത്രയും പറയുന്ന ആ സമയത്തിടയിൽ മാർക്ക് ഫെല്ലറുടെ വലത് കൈ വിൽജാക്കിന്റെ വയർ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചിരുന്നു. ശരിക്കും വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് മാർക്കിന് വിൽജാക്കിനെ കിട്ടിയത്. വിൽജാക്ക് മാർക്കിന്റെ നെറ്റിയിൽ കുത്താൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അവന്റെ വയറ് കൃത്യം മാർക്കിന്റെ കൈയുടെ അടുത്താണ്. മാർക്കിന്റെ അതിശക്തമായ ഇടി ആ വയറിലേക്ക് പതിച്ചതും
വിൽജാക്കും കത്തിയും എല്ലാം കൂടി പറന്ന് ആ മുറിയുടെ ഏതാണ്ട് മുകൾ ഭാഗത്തായി വന്നിടിച്ച് താഴേക്ക് വീണു. ഭീകര ശബ്ദത്തോടുകൂടി വിൽജാക്ക് താഴേക്ക് വീഴുന്ന ശബ്ദം സ്വാഭാവികമായിട്ടും ദൂരെയുള്ള സൂക്കുരൻ കേട്ടു. സൂക്കുരൻ ആ ഭാഗത്തേക്ക് ഓടി വരുമ്പോൾ മാർക്ക് ഫെല്ലർ വിൽജാക്കിനെ കഴുത്തിൽ പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. വിൽജാക്ക് കഴിഞ്ഞുകൊണ്ട് മാർക്കിനോട് പറയുകയാണ്, മാർക്ക് പ്ലീസ് പ്ലീസ് എന്നൊന്നും ചെയ്യരുത്, ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. വിൽജാക്ക് അത് പറഞ്ഞതും മാർക്ക് വിൽജാക്കിനോട് പറഞ്ഞു, ഏയ് വിൽജാക്ക്, നീ എന്താ ചെയ്തതെന്ന് അറിയാവോ? മാർക്ക് പ്ലീസ്, ഞാൻ മാർക്കിനെ എല്ലാ മിസ്റ്റിക് വേൾഡിലേക്കുള്ള കീകളും തരാം. മാർക്ക് ആ കീ മുഴുവൻ എടുത്തോ, എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. ഏയ് വിൽജാക്ക്, ഒരിക്കൽ ചതിച്ചവനെ പിന്നീട് ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഒരു പ്രമാണമുണ്ട്. നീ അത് കേട്ടിട്ടില്ലേ? മാർക്ക് ഫെല്ലറുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഏവരും പാലിക്കേണ്ട ഒരു തത്വമാണ് മാർക്ക് ഫെല്ലർ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും നമ്മളെ പിന്നെയും ചതിക്കും. ചതിച്ച വ്യക്തിയെ പിന്നെ ഒരിക്കലും കൂടെ കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഈ ന്യൂ ഇയറിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. നിങ്ങൾ ഈ 2025 ഉറപ്പായും പാലിക്കേണ്ട കാര്യവും അതാണ്. ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൂട്ടരുത്. ബിസിനസ്സിലേക്കും സൗഹൃദങ്ങളിലേക്കും. ചതി ഒരിക്കൽ ചെയ്തവൻ വീണ്ടും നമ്മളെ ചതിക്കും. കഥയിലേക്ക് മടങ്ങി വരാം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും വിൽജാക്കിന് താൻ പെട്ടു എന്ന് മനസ്സിലായി. പക്ഷെ അവൻ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റും മുമ്പ് മാർക്ക് ഫെല്ലർ വിൽജാക്കിന്റെ കഴുത്ത് ഒന്ന് പ്രസ് ചെയ്തു. ഒരു കോഴിക്കുഞ്ഞിന്റെ കഴുത്ത് പിടിച്ചിരിക്കുന്ന പോലെ മാർക്ക് ഫെല്ലർ ആ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും വിൽജാക്കിന്റെ ഡെഡ് ബോഡി താഴേക്ക് വീണു. ഈ കാഴ്ചകൾ കാണുന്ന സൂക്കുനൻ നിശബ്ദയായി അതിനെ നിൽക്കുകയാണ്. താഴേക്ക് വീണ വിൽജാക്കിന്റെ ബോഡിയിലേക്ക് നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ സൂക്കിനോട് പറഞ്ഞു, ഈ ബോഡി നീ വേണം സൂക്ഷിക്കാൻ, നിനക്ക് ആവശ്യം വരും. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും സൂക്കുനൻ ആ ബോഡി അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. മാർക്ക് ആ മുറി പതുക്കെ സീൽ ചെയ്തു. അതിനുശേഷം മാർക്ക് ഫെല്ലർ അവന്റെ ആ നിലവറയിൽ നിന്ന് ഓരോ സാധനങ്ങളായി പുറത്തെടുത്തു. മരുന്നുണ്ടാക്കാനുള്ള സംവിധാനങ്ങളാണ് മാർക്ക് ആദ്യം പുറത്തെടുത്തത്. അതിന്റെ കൂട്ടത്തിൽ ആ 10,000 year old ഹെർബ്സും പുറത്തെടുത്തു. മാർക്ക് ഫെല്ലർ പതുക്കെ മരുന്നുണ്ടാക്കാൻ തുടങ്ങി. മാർക്ക് ഇപ്പോ ആ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ കുറച്ചുകൂടി പ്രാഗൽഭ്യം നേടിയെന്ന് പറയാം. എന്തായാലും നേരത്തെ പോലെ 3 ദിവസമൊന്നും മാർക്കിന് മരുന്നുണ്ടാക്കാൻ വേണ്ടി വന്നില്ല. 2 ദിവസമായപ്പോൾ തന്നെ മാർക്ക് അനവധി ഗോൾഡൻ പില്ലുകൾ ആ 10,000 year old ഹെർബ്സുകളിൽ നിന്ന് സൃഷ്ടിച്ചു. ഗോൾഡൻ പില്ലുകൾ മാർക്ക് അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ മൂവർ സംഘം ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ വാതിൽക്കൽ എത്തിയ ആ സംഘം അവിടെ എത്തുമ്പോഴാണ് അവിടെ ഒരു ടെലിപോർട്ടേഷൻ മെക്കാനിസം കാണുന്നത്. ആ ടെലിപോർട്ടേഷൻ മെക്കാനിസം ശരിക്കും സിമ്പിളായി ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ ടെലിപോർട്ടേഷൻ മെക്കാനിസം കണ്ടതും ആ വെളുത്ത താടിക്കാരൻ മറ്റുള്ളവരോട് പറഞ്ഞു, മാർക്ക് ഈ സംഭവത്തിലൂടെ ആവും അകത്ത് കടന്നത്. അവൻ എങ്ങനെയാ ഈ ടെലിപോർട്ടേഷനൊക്കെ ഉണ്ടാക്കിയത്? പീക്ക് ലെവൽ മാർക്സിസ്റ്റുകളായ അവർക്ക് ഈ ടെലിപോർട്ടേഷൻ മെക്കാനിസത്തിനെ കുറിച്ച് അറിയാം. ആ വെള്ള താടിക്കാരന്റെ ചോദ്യം കേട്ടതും കറുത്ത താടിക്കാരൻ വെളുത്ത താടിക്കാരനോട് പറഞ്ഞു, എന്തായാലും അവനെ അവസാനിപ്പിച്ചില്ലേ പറ്റൂ, അവനെ അകത്ത് കയറി ഞാൻ തീർക്കാം. അതിന് മറുപടിയായിട്ട് വെളുത്ത താടിക്കാരൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ കയറാം. അവനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവൻ നാളെ നമുക്ക് പണിയാവും. അങ്ങനെ പറഞ്ഞിട്ട് ആ വെളുത്ത താടിക്കാരൻ ആ ടെലിപോർട്ടേഷൻ സംവിധാനത്തിലേക്ക് കയറി. അവൻ ആ ടെലിപോർട്ടേഷൻ സംവിധാനത്തിൽ കയറിയതും അത് പതുക്കെ ഒന്ന് അനങ്ങി. അടുത്ത പക്ഷത്തിൽ ബാക്കിയുള്ള രണ്ടുപേരും കാണുന്നത് ശക്തമായൊരു പ്രകാശമാണ്. ആ പ്രകാശം ഒന്ന് മങ്ങിയപ്പോൾ അവിടെ ആ ടെലിപോർട്ടേഷൻ സംവിധാനത്തിൽ വെളുത്ത താടിക്കാരനില്ല. അവൻ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്തേക്ക് കടന്നു. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അകത്തേക്ക് കടന്ന ആ വെളുത്ത താടിക്കാരൻ ആ ഹാളിന്റെ വലിപ്പം കണ്ട് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. വളരെ വിശാലമായ ഒരു ഹാളാണ്, പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞേക്ക് കിടക്കുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും അവസാനം വന്നപ്പോൾ അവരും അത് കണ്ടിരുന്നു. ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സെക്ഷനായി അത് മാറിയിരിക്കുകയാണ്. ആദ്യം മാർക്ക് അതിനകത്ത് കടക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. ആ സെക്ഷനകത്തേക്ക് കടന്ന ആ വെളുത്ത താടിക്കാരൻ പതുക്കെ അകത്തേക്ക് അങ്ങനെ കയറി. അയാൾ നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ് അയാളുടെ നടത്തം. അയാളുടെ കയ്യിൽ ഒരു മാർഷൽ സെയിന്റ് വെപ്പണുണ്ട്. അതിന്റെ ധൈര്യത്തിലാണ് അയാൾ അകത്തേക്ക് കടന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ മാർഷൽ സെയിന്റ് പവറുള്ള കക്ഷിയാണ്. അവനെ നേരിടാൻ മാർഷൽ സെയിന്റ് വെപ്പണുകൾ അനിവാര്യമാണ്. ആ വെപ്പണുകളുമായിട്ട് അകത്തേക്ക് കിടന്ന ആ വെളുത്ത താടിക്കാരൻ പതുക്കെ പതുക്കെ ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ ഉള്ളിലേക്ക് നടന്നു തുടങ്ങി. അയാൾ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തറയൊക്കെ കിളച്ച് മറിച്ചിട്ടിരിക്കുന്നത് അയാൾ കാണുന്നുണ്ട്.
ഒത്തിരി താഴ്ചയിൽ കുഴികൾ ഉണ്ടായിരിക്കുകയാണ്. മണ്ണ് ആ കുഴികൾക്ക് പുറത്തായി അങ്ങനെ കിടക്കുന്നത് കൃത്യമായി കാണാം. ആരോ അതിനകത്ത് കയറി ഒരു ഖനനം നടത്തിയിരിക്കുകയാണ്. ഈ കുഴികളൊക്കെയുള്ള ഇവിടെ മാർക്ക് എന്തെടുക്കുകയായിരിക്കും? ആ ചിന്തയോടുകൂടിയാണ് ആ വെളുത്ത താടിക്കാരൻ അകത്തേക്ക് കടക്കുന്നത്. വെളുത്ത താടിക്കാരൻ പ്രധാന ഹാളിലെത്തിയപ്പോൾ പെട്ടെന്ന് അയാൾക്ക് എന്നൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു. താൻ ആരുടെയോ നിരീക്ഷണത്തിലാണെന്നാണ് പെട്ടെന്ന് അയാൾക്ക് തോന്നിയത്. ആരോ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. മാർക്ക് ഫെല്ലർ എവിടെയോ ഒളിച്ചിരുന്ന് തന്നെ നോക്കുകയാണെന്നാണ് ആ നിമിഷത്തിൽ ആ വെളുത്ത താടിക്കാരന് തോന്നിയത്. പർപ്പിൾ വേഷധാരിയായ ആ വെളുത്ത താടിക്കാരൻ തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് തോന്നിയ ഭാഗത്തേക്ക് തല വെട്ടിത്തിരിച്ചപ്പോൾ അയാളുടെ തൊട്ടടുത്തായി നല്ല പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. പെട്ടെന്ന് ഒരാൾ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ വെളുത്ത താടിക്കാരൻ ശരിക്കും ഞെട്ടി പുറകോട്ട് മാറി. അയാൾ ആ ആളോട് ചോദിച്ചു, ഏയ് ആരാ നീ എങ്ങനെ ഇതിനകത്ത് വന്നത്? ആ ചോദ്യം വെളുത്ത താടിക്കാരൻ ഉന്നയിച്ചതും അവിടെ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആ വെളുത്ത താടിക്കാരനോട് ചോദിച്ചു, ആ ചോദ്യം ഞാനാണ് ചോദിക്കേണ്ടത്. നീ എങ്ങനെ ഇവിടെ വന്നത്? അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? ആ ചോദ്യം ചോദിച്ച ആള് വെളുത്ത താടിക്കാരൻ അമ്പരപ്പോടെ തന്നെ നോക്കുന്ന കണ്ടതും അയാളോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നീ അറിയില്ല, പക്ഷേ ഞാൻ പറയുന്ന പേര് നീ ഒന്ന് ഓർത്തു വെച്ചു. ഞാൻ സ്കൈ ബ്ലഡ് റെയിൻബോ ആണ്. ഒരു രസകരമായൊരു പേരാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. സ്കൈ ബ്ലഡ് റെയിൻബോ, രക്ത ആകാശം മഴവില്ല്, ചേർച്ചയില്ലാത്ത രണ്ട് വാക്കുകൾ ചേർത്ത് ഒരു പേരുണ്ടാക്കി ആ മനുഷ്യൻ പറഞ്ഞതാണെന്ന് അത് കേട്ടപ്പോൾ ആ വെളുത്ത താടിക്കാരൻ തോന്നുകയും ചെയ്തു. അയാളുടെ പേര് സ്കൈ ബ്ലഡ് റെയിൻബോ ആണെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ വെളുത്ത താടിക്കാരൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ എത്തിയത്? നീ എന്ത് ചോദ്യമായി വീണ്ടും ചോദിക്കുന്നത്? ഇത് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനാണ്, എൻ്റെ സെക്ഷൻ. ഞാൻ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലെ ശക്തനായ ഒരു പോരാളിയാണ്. ആ എൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന് എന്നോട് ചോദിക്കുന്നു. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള വ്യക്തിയാണ് ആ പർപ്പിൾ വേഷധാരിയായ വെളുത്ത താടിക്കാരൻ. ആ വെളുത്ത താടിക്കാരൻ ഒന്ന് ചിരിച്ചു. ഏയ്, നിങ്ങളെന്താ പറയുന്നത്? ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലേക്ക് ചരിത്രത്തിന്റെ ഭാഗമായ പ്രസ്ഥാനങ്ങളല്ലേ? അവർ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തരായ പ്രസ്ഥാനമല്ലേ? നിനക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? അതെ, ഞങ്ങളായിരുന്നു ഈ ഭൂമിയിലെ ഏറ്റവും ശക്തർ. ഞങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത ആരും ഉണ്ടായിരുന്നില്ല. ഈ ഭൂമി ഞങ്ങൾ അടക്കി ഭരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? ഒരു മാസ്ക് വെച്ച സ്ത്രീ ഞങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി. ഒരു സ്ത്രീ നിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയെന്നു? അതെങ്ങനെ സംഭവിക്കും? അതങ്ങനെയാ സംഭവിച്ചത്. അവര് ശരിക്കും ശക്തിയാണ്. ആ സ്ത്രീ ഞങ്ങളെ നിഷ്പ്രയാസം കൊന്നൊടുക്കുകയായിരുന്നു. മാസ്ക് വെച്ച സ്ത്രീ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും അവിടെ ഒരു കൂട്ടക്കൊല നടത്തി നോക്കി വളരെ വിശദമായിട്ട് തന്നെ സ്കൈ ബ്ലഡ് റെയിൻബോ ആ വെളുത്ത താടിക്കാരനോട് പറഞ്ഞു. വെളുത്ത താടിക്കാരൻ അതൊക്കെ കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. നിങ്ങൾ എന്ത് കഥകളായി പറയുന്നത്? ഈ കഥകളൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാണ്. ഈ കഥകളൊക്കെ വായിച്ച് വട്ടായിട്ടാണോ അത് കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? വെളുത്ത താടിക്കാരന്റെ ആ ചോദ്യം കേട്ടതും സ്കൈ ബ്ലഡ് റെയിൻബോ അയാളുടെ കൈ ഒന്ന് അനക്കി. അയാളുടെ കൈ ഒന്ന് അനങ്ങിയതും പെട്ടെന്നാണ് ആ ചുറ്റുമുള്ള തറയിൽ ഒരു അനക്കം ഉണ്ടാവുന്നത്. അപ്രതീക്ഷിതമായ തറയിലെ അനക്കം കണ്ട ആ വെളുത്ത താടിക്കാരൻ അമ്പലപ്പോടെ തറയിലേക്ക് നോക്കുമ്പോൾ തറയിൽ നിന്ന് എല്ലുകളൊക്കെ ഉയർന്നു വരുന്നതാണ് അയാൾ കാണുന്നത്. ആ എല്ലുകളൊക്കെ എണീറ്റെങ്ങനെ നിൽക്കുകയാണ്. ചില എല്ലുകൾക്ക് ഏതാണ്ട് മനുഷ്യന്റെ രൂപമുണ്ട്, ചിലടത്തൊക്കെ കുറച്ച് എല്ലുകളേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പല എല്ലുകളും പൊടിഞ്ഞിരുന്നു. പൊടിയാത്ത എല്ലുകളാണ് ഇപ്പോൾ എണീറ്റ് അങ്ങനെ നിൽക്കുന്നത്. അനവധി രൂപങ്ങളുണ്ട്. ആ എല്ലുകൾ അങ്ങനെ എണീറ്റ് നിൽക്കുന്ന കണ്ടതും വെളുത്ത താടിക്കാരൻ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അടുത്ത പക്ഷത്തിൽ അയാൾ ആ സ്കൈ ബ്ലഡ് റെയിൻബോയോട് പറഞ്ഞു, ഹേയ്, നീ എന്താ മാജിക് അടിക്കാൻ പോവുകയാണ്? അങ്ങനെ പറഞ്ഞിട്ട് വെളുത്ത താടിക്കാരൻ ആ സ്കൈ ബ്ലഡ് റെയിൻബോയോട് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ആ മാർക്ക് ഫെല്ലറുടെ ആളല്ലേ? മാർക്ക് ഫെല്ലർക്ക് സമയം കിട്ടാൻ വേണ്ടി നീ മനഃപൂർവ്വം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്.
ഇല്ലാ കഥകൾ പറഞ്ഞ് എന്റെ സമയം കളയാതെ മാറി നിൽക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ആ വെളുത്ത താടിക്കാരൻ പീക്ക് ലെവൽ മാർക്യൂസിന്റെ സകല കഴിവ് എടുത്തുകൊണ്ട് കൈ ഒന്ന് ഉയർത്തി അയാളുടെ ഇന്ത്യൻ എനർജി മുഴുവൻ ആ കയ്യിലേക്ക് കൊണ്ടുവന്നു ഒരൊറ്റ പഞ്ച്. ആ സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരനെ ഒറ്റയിടിക്ക് കൊല്ലാനുള്ള ദേഷ്യം ആ വെളുത്ത താടിക്കാരനുണ്ടെന്ന് അവൻ ആ ഇടി കാണുന്ന ആർക്കും മനസ്സിലാവും. പക്ഷേ ആ വെളുത്ത താടിക്കാരൻ അങ്ങനെ ഇടിച്ചപ്പോൾ സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി കൈ ഒന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ വെളുത്ത താടിക്കാരന്റെ ആ പഞ്ചിന്റെ പവർ പെട്ടെന്ന് അങ്ങ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. അവരെ ഇടി സൃഷ്ടിച്ച കാറ്റ് പെട്ടെന്നാണ് അങ്ങ് മാഞ്ഞു പോകുന്നത്. അടുത്ത നിമിഷത്തിൽ സ്കൈ ബ്ലഡ് കൈ ഒന്ന് അനക്കിയതും ആ എല്ലും കൂടങ്ങൾ വെളുത്ത താടിക്കാരനെതിരെ ചലിച്ചു തുടങ്ങി. വെളുത്ത താടിക്കാരൻ ഇപ്പോ ഒരു അമ്പരപ്പിലാണ്. അവൻ വിചാരിച്ചത് ശരിക്കൊരു മാജിക് ഷോ അവിടെ നടത്തുകയാണെന്നാണ്. പക്ഷേ ആ എല്ലും കൂടങ്ങൾ അവന് നേരെ നടന്നു വരുന്ന കാഴ്ച അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയന്നുപോയ വെളുത്ത താടിക്കാരൻ പെട്ടെന്ന് അടുത്ത് കണ്ട എല്ലിൻകൂടത്തിനെ ആഞ്ഞൊന്ന് ഇടിച്ചതും ആ എല്ലിൻകൂടം മറിഞ്ഞു വീഴുന്നതിന് പകരം വെളുത്ത താടിക്കാരൻ പുറകോട്ട് തെറിച്ചു. ആ എല്ലുകൾക്ക് വല്ലാത്ത ബലം. ദൂരേക്ക് തെറിച്ചു വീണ ആ വെളുത്ത താടിക്കാരൻ ചാടി എണീറ്റ് ഒരൊറ്റ ഓട്ടം. ആ ഓട്ടത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷന് പുറത്ത് കിടക്കുക. ആ സമയത്ത് പുറത്തെ ആ ടെലിപ്പോർട്ടേഷൻ മെക്കാനിസത്തിൽ നിന്ന് ആ കറുത്ത താടിക്കാരൻ ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷനിലേക്ക് കടക്കുന്ന സമയമാണ്. വെളുത്ത താടിക്കാരൻ പോയിട്ട് കുറെ സമയമായതുകൊണ്ട് എന്തായി എന്ന് അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അയാൾ ടെലിപ്പോർട്ടേഷൻ വഴി അകത്തേക്ക് വന്നത്. അയാൾ ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനം ആക്റ്റീവായി നിർത്തിക്കൊണ്ട് ആ ടെലിപ്പോർട്ടേഷൻ തന്നെ നിൽക്കുമ്പോഴാണ് വെളുത്ത താടിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അയാൾ കാണുന്നത്. അയാൾ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി അതിനോടൊപ്പം കണ്ടു. വെളുത്ത താടിക്കാരന്റെ തൊട്ടു പുറകെ അനവധി സ്കെലിറ്റനുകൾ ഓടി വരികയാണ്. ചില സ്കെലിറ്റനുകൾ ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ സ്കെലിറ്റൻ രൂപത്തിൽ തന്നെ ഉണ്ട്. ചിലതൊക്കെ പല പാർട്സും ഇല്ലാതെയാണ് ഓടുന്നത്. ആ സ്കെലിറ്റനുകൾക്ക് വല്ലാത്ത വേഗത. വെളുത്ത താടിക്കാരൻ ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തിൽ നിൽക്കുന്ന കറുത്ത താടിക്കാരനെ കണ്ടതും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹെൽപ് മീ, ഹെൽപ് മീ, സഹായിക്കുക എന്നുള്ള വെളുത്ത താടിക്കാരന്റെ വിളി കൃത്യമായി കറുത്ത താടിക്കാരൻ കേട്ടു. പക്ഷെ അയാളത് കേട്ട ആ നിമിഷത്തിനെ അയാൾ ഒരു കാഴ്ച കൂടി കണ്ടു. ഒരു സ്കെലിറ്റൻ വെളുത്ത താടിക്കാരന്റെ തൊട്ടു പുറകിലെത്തുന്നതാണ് അയാൾ കണ്ടത്. വെളുത്ത താടിക്കാരന്റെ തൊട്ടു പുറകിലെത്തിയ ആ എല്ലിൻകൂടം വെളുത്ത താടിക്കാരന്റെ ബോഡിയിൽ ഒന്ന് വലിച്ചതും ആ ബോഡി ശരിക്കും ഒന്ന് വിണ്ട് കീറി തുടങ്ങി. കറുത്ത താടിക്കാരൻ ലൈവായി ആ കാഴ്ച കാണുകയാണ്. വെളുത്ത താടിക്കാരന്റെ പുറകിൽ ആ സ്കെലിറ്റൻ ഒന്ന് അമർത്തി പിടിച്ചതും വെളുത്ത താടിക്കാരന്റെ പർപ്പിൾ ഡ്രസ്സും പുറകുവശത്തെ തൊലിയും ചതയും എല്ലാം കൂടി അങ്ങ് കീറി പറയുകയാണ്. വെളുത്ത താടിക്കാരന്റെ തൊട്ടു പുറകിലെത്തിയ ആ സ്കെലിറ്റൻ ഒരു കൈ കൊണ്ട് അയാളെ തൊലി വലിച്ചു കീറിയതും ആ വെളുത്ത താടിക്കാരൻ ഏതാണ്ട് തിരിഞ്ഞു. ആ നിമിഷത്തിൽ രണ്ട് കൈ ഉപയോഗിച്ച് ആ വെളുത്ത താടിക്കാരന്റെ നെഞ്ചിലേക്ക് ആഴ്ത്തിയ ആ സ്കെലിറ്റൻ ആ നെഞ്ച് വലിച്ചിങ്ങനെ പിളർന്നു. ശരിക്കും അത് വലിച്ചു പിളർക്കുമ്പോൾ ആ എൻറ്റയർ ബോഡിയും ഏതാണ്ട് കീറി മുറിയുകയാണ്, രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ആ കറുത്ത താടിക്കാരൻ കണ്ടത്. അത് കണ്ട നിമിഷത്തിൽ അയാൾ ആ ടെലിപ്പോർട്ടേഷൻ ആക്റ്റീവാക്കി ആ നിമിഷം ഇമോർട്ടൽ സ്ലിംഗ് സെക്ഷന്റെ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് വരുമ്പോൾ അയാൾ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാളുടെ കാല് മുതൽ തലമുടി വരെ വിറയ്ക്കുന്നത് കൂടെയുള്ള വ്യക്തി കണ്ടു. അയാൾ ചോദിച്ചു, എന്ത് പറ്റി? അകത്ത് ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന്? ഏതാണ്ട് കുറച്ച് സമയം വേണ്ടി വന്നു ആ കറുത്ത താടിക്കാരന് അകത്ത് കണ്ട കാഴ്ച എന്താണെന്ന് വിവരിക്കാൻ. അത് കേട്ടതും കൂടുള്ള കക്ഷി കറുത്ത താടിക്കാരനോട് പറഞ്ഞു, വാ നമുക്ക് ഉടനെ ഇവിടുന്ന് പോവാം. ആ സംഘം അവിടെ നിന്ന് ന്യൂ സെലസ്റ്റിലേക്ക് തിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഗുളികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാർക്കിന്റെ നിലവറയിൽ നിന്ന് ഗോൾഡൻ കോറുകളൊക്കെ പുറത്തെടുത്തിരുന്നു. ഏകദേശം 50ഓളം ഗോൾഡൻ കോറുകളാണ് ഇപ്പൊ മാർക്കിന്റെ കയ്യിലുള്ളത്. അതിന്റെ കൂടെ മാർക്ക് ആ ഗുളികളും തൊട്ടുമുന്നിൽ വെച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കൈവശം ആവശ്യത്തിന് ഗോൾഡൻ കോർ ഉണ്ട്. ആ ഗോൾഡൻ കോർ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ മാർക്കിന്റെ കയ്യിൽ ഇപ്പൊ ഇതാ ആ ഗുളികളുമുണ്ട്. മാർക്ക് ഗോൾഡൻ കോർ ഒന്നൊന്നായി വിഴുങ്ങി തുടങ്ങി. മാർക്ക് ഓരോ ഗോൾഡൻ കോർ വിഴുങ്ങുമ്പോഴും മാർക്കിന്റെ ഉള്ളിൽ വൻതോതിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ എനർജിയെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് മാർക്കിന്റെ ബോഡിയിലെ എല്ലാ കോണിലേക്ക് കൊണ്ടുവരികയാണ്. ഓരോ ഗോൾഡൻ കോർ വിഴുങ്ങി കഴിയുമ്പോഴും ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു 6-7 ഗോൾഡൻ കോർ വിഴുങ്ങി കഴിയുന്നതും മാർക്ക് ഒരു ഗുളിക കഴിക്കും. വീണ്ടും മാർക്കിന് ഒരു ശക്തി ഉണ്ടാവും. ഈ പ്രക്രിയ ഇങ്ങനെ തുടരുകയാണ്.
മാർക്കിന്റെ ആ പ്രക്രിയ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിൽ നിന്ന് മടങ്ങിയ ആളുകൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മടങ്ങിയെത്തി. അവര് ഗു ഷെങ്ങിന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ട് ഗു ഷിങ് ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ശക്തിയുള്ള ആളുകൾ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ഭാഗമായി ഉണ്ടായിരുന്ന കഥ അവനും അറിയാവുന്നതാണ്. അവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനെ കുറിച്ചുള്ള കഥകളൊക്കെ. ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ കാലം എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലുംകൂടമായിട്ടാണെങ്കിലും ഇപ്പോഴും ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്തുണ്ടെന്നുള്ള കഥ വിശ്വസിക്കാൻ ഗു ഷിങ്ങിന് ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ആ കറുത്ത വസ്ത്രധാരി വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഗു ഷിങ്ങിന് അത് വിശ്വസിക്കാതെ വേറെ മാർഗമില്ല. ആ എല്ലുംകൂടങ്ങൾ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് നിന്ന് പുറത്തു വന്നാൽ പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഗു ഷിങ് അത് പറയുമ്പോൾ അവനത് അർത്ഥമാക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഗു ഷിങ് അവരോട് ചോദിച്ചു, അല്ല മാർക്ക് ഫെല്ലറോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാർക്ക് ഫെല്ലർ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്ത് കാണില്ല. അവൻ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്തുള്ള ഈ ഇമോർട്ടൽ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരു പണി നമുക്ക് തന്നതാണ്. അവിടേക്ക് ആളുകൾ കടക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് അവൻ ആ ടെലിപ്പോർട്ടേഷൻ ഉണ്ടാക്കി വെച്ചത്. ഗു ഷിങ്ങിന്റെ റീഡിംഗ് വളരെ വളരെ വ്യക്തമാണ്. ഗു ഷിങ് ശരിക്കും താൻ തോന്നിയും തന്റെ ഇടയൊക്കെ ആണെങ്കിലും റാഷണൽ തിങ്കിങ്ങിൽ അവൻ ശരിക്കും സമർത്ഥനാണ്. കാര്യകാരണ സഹിതം കാര്യങ്ങളെ വിലയിരുത്താൻ ഗു ഷിങ്ങിന് അസാമാന്യമായ ശേഷിയുണ്ട്. ഗു ഷിങ് വളരെ വ്യക്തമായി കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷൻ അകത്തില്ല. അവൻ മനഃപൂർവ്വം നമ്മൾ അവിടെ എത്തിച്ചതാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവനെക്കുറിച്ച് കൂടുതൽ തിരക്ക്. അവൻ അപ്രത്യക്ഷമാകാൻ ഒരു സാധ്യതയില്ലല്ലോ. അവൻ എവിടെയെങ്കിലും ഉണ്ടാകും. അവനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഗു ഷിങ് പറഞ്ഞതും ഗു ഷിങ്ങിന്റെ എൻറ്റയർ ടീമും മാർക്ക് ഫെല്ലറെ തിരക്കി ഇറങ്ങി. ശരിക്കും ഒരു കാർപ്പറ്റ് സെർച്ച് തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആരംഭിച്ചു. മാർക്കിന് കൂടിയാൽ ഒരു 5 ദിവസത്തേക്ക് കൂടിയേ ഇനി ആ മാർഷൽ സെയിന്റ് സ്ട്രെങ്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മാർക്ക് വെറും ഒരു ലൈറ്റ് ലെവൽ മാർക്യൂസ് ആണ്. മാർക്കിനേക്കാൾ ശക്തരായ മാർക്യൂസുകൾ ഒരുപാട് ഈ ഭൂമിയിലുണ്ട്. അതുപോലെ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകളുമുണ്ട്. ഗു ഷിങ് പോലും ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. മാർക്കിനെ പപ്പടം പോലെ പൊടിക്കാൻ അവന് നിഷ്പ്രയാസം പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പോഴേ ഗു ഷിങ്ങിന്റെ മനസ്സിൽ വരുന്നുണ്ട്. മാർക്കിനെ കിട്ടിയാൽ ഗു ഷിങ്ങിന്റെ മുന്നിൽ എത്തിക്കണം. അതാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സകല ആളുകൾക്കും ഗു ഷിങ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പൈറോയിലെ എൻറ്റയർ മേഖലയും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകൾ അരിച്ച് പിറക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ 46ാമത്തെ ഗോൾഡൻ കോറും വിഴുങ്ങിക്കഴിഞ്ഞു. മാർക്ക് ഇപ്പോ 6ാമത്തെ ദിവസത്തിലാണ്. 46ാമത്തെ ഗോൾഡൻ കോറും വിഴുങ്ങിയിട്ടും മാർക്കിന് ബ്രേക്കിംഗ് ഇങ്ങോട്ട് പറ്റുന്നില്ല. മറ്റാരെങ്കിലുമാണ് ഇത്രയും ഗോൾഡൻ കോർ കഴിച്ചെങ്കിൽ അവരെപ്പോഴേ സകല ലെവലുകളും ബ്രേക്ക് ചെയ്തത്. മാർക്കിന്റെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് മാർക്കിന്റെ പ്ലസും മൈനസും. മാർക്കിന്റെ ബോഡിക്ക് ചില്ലറ എനർജി ഒന്നും പോരാ. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതിന്റെ 10, 15, 50, 100 മടങ്ങ് എനർജി ഉണ്ടെങ്കിലേ മാർക്കിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതാണ് കയോട്ടിക് ബോഡി ആയാലുള്ള കുഴപ്പം. ഒരു വല്ലാത്ത അഴഞ്ഞു കുഴഞ്ഞ ബോഡിയാണ് കയോട്ടിക് ബോഡി. ആ കയോട്ടിക് ബോഡിയിലേക്ക് ഊർജം ഇഷ്ടംപോലെ കയറണം. എന്നാൽ മാത്രമേ ബ്രേക്കിംഗ് നടക്കൂ. മാർക്ക് ഫെല്ലർ ആ ബ്രേക്കിങ്ങിന് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ ആ മിസ്റ്റിക് വേൾഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹോങ്ങി സെക്ഷന്റെ ഒരു ലീഡറും അയാളുടെ മകനും കൂടി എത്തി. എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ വിൽജാക്ക് പറഞ്ഞത് ശരിയായിരിക്കുമോ? വിൽജാക്ക് അങ്ങനെ കളവ് പറയത്തില്ല. മകന്റെ ചോദ്യത്തിന് ഉത്തരമായി അച്ഛൻ അതേ പറയാനുള്ളൂ. അവർ രണ്ടുപേരും അല്പസമയം കഴിഞ്ഞതും ഹോങ്ങി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിനടുത്തെത്തി. രഹസ്യ കോഡ് കൈവശമുള്ള അവർ അത് തുറന്ന് അകത്തേക്ക് കടന്നു. മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തുറക്കുന്നത് സ്വാഭാവികമായിട്ടും സൂക്കുനും കണ്ടു. സൂക്കുനൻ അമ്പരപ്പോടെ ആ വാതിൽ നേരെ ഓടി വരികയാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ആ അച്ഛനും മകനും കാണുന്നത് സൂക്കുനെയാണ്. സൂക്കുനെ കണ്ടതും അവര് അവളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഞാൻ ഹോങ്ങി സെക്ഷനിലെ ആണ്. അങ്ങാരാണ്? ഞാൻ ഹോങ്ങി സെക്ഷനിലെ ലീഡറാണ്. അങ്ങനെ ആ അച്ഛൻ പറഞ്ഞതും മകൻ സൂക്കുനോട് ചോദിച്ചു, ഏയ് നിന്റെ പേരെന്താ? നീ പറഞ്ഞ സത്യമാണോ? ചോദ്യങ്ങൾ പറപറ ആ ചെറുപ്പക്കാരിൽ നിന്ന് വരികയാണ്. അത് കേട്ടതും സൂക്കുനൻ അവളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ടോക്കൺ പുറത്തെടുത്ത് ആ ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് അയാളോട് പറഞ്ഞു, എൻ്റെ പേര് സൂക്കുനൻ എന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് ഹോങ്ങി സെക്ഷനിലെ അംഗമായത്. ആ ടോക്കൺ മകൻ വാങ്ങിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ടോക്കൺ പരിശോധിച്ച അച്ഛൻ മകനോട് പറഞ്ഞു, ആ ഇത് ഒറിജിനൽ ടോക്കണാണ്. അവൾ പറഞ്ഞത് ശരിയാണ്. അത്രയും പറഞ്ഞിട്ട്
ആ പ്രായമുള്ള മനുഷ്യൻ സൂക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ ഇവിടേക്ക് വന്നായിരുന്നു? ആ വന്നിരുന്നു. ഇവിടെ എത്തിയ മാർക്ക് ഫെല്ലർ വിൽജാക്കിനെ കൊന്നു. വിൽജാക്കിനെ കൊന്നോ? അതെ, വിൽജാക്കിനെ കൊന്നായിരുന്നു. ഏയ്, നീ പറഞ്ഞത് ശരിയാണോ? മാസ്റ്റർ, ഞാൻ പറഞ്ഞ 100% ശരിയാണ്. ഞാൻ വിൽജാക്കിന്റെ ബോഡി കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ മാസ്റ്ററെയും മകനെയും വിൽജാക്കിന്റെ ബോഡി അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവരെ കാണിച്ചു. വിൽജാക്കിന്റെ ഡെഡ് ബോഡി കണ്ടതും അവർ രണ്ടുപേരും ശരിക്കും നിശബ്ദരായി പോവുകയാണ്. ആ ബോഡിയിലേക്ക് അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മകൻ സ്യൂക്കിനോട് ചോദിച്ചു, ഇതെപ്പോഴാണ് സംഭവിച്ചത്? മാസ്റ്റർ, ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. മാർക്ക് ഫെല്ലർ വിൽജാക്കിനെ കൊന്നിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ ഞാൻ വരുമ്പോൾ ആരുമില്ല. മാർക്ക് ഫെല്ലർ ഇവിടുന്ന് പോയെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? മാസ്റ്റർ, ഞാൻ ഇവിടെ മുഴുവൻ പരിശോധിച്ചായിരുന്നു. ഇവിടെ മാർക്ക് ഫെല്ലർ ഇല്ല. മാർക്ക് എങ്ങോട്ട് പോയി കാണുമെന്നാണ് നീ കരുതുന്നത്? മാർക്ക് ഇമോട്ടൽ സ്ലീവ് സെക്ഷനിൽ പോകാൻ സാധ്യതയുണ്ട്. നേരത്തെ എന്നോട് അങ്ങനെ സംസാരിച്ചിരുന്നു. മാർക്കിനെ ഈ സെക്ഷന് ആദ്യം പരിചയപ്പെടുത്തിയത് ഞാനാണ്. നിങ്കാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ മാർക്കിനെ പരിചയപ്പെടുകയായിരുന്നു. ഞാനാണ് നിങ്കാന്റെ ആവശ്യപ്രകാരം മാർക്കിനെ ഈ സെക്ഷനിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് മാർക്ക് ഈ ഇമോട്ടൽ സ്ലൈൻ സെക്ഷനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ഉറപ്പാണ് മാർക്ക് അങ്ങോട്ടായിരിക്കും പോയത്. സൂക്കരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും അച്ഛനും മോനും ഒരു നിമിഷം നിശബ്ദരായി സൂക്കരനെയും ആ വിൽജാക്കിന്റെ ഡെഡ് ബോഡിയും ഒന്ന് നോക്കി. അതിനുശേഷം ആ മാസ്റ്റർ സൂക്കരനോട് പറഞ്ഞു, ഈ വിൽജാക്ക് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനായ ഒരു കീ മാസ്റ്റർ ആയിരുന്നു. 3600ഓളം മിസ്റ്റിക് വേൾഡ് കീ സ്വന്തമായി പഠിച്ചെടുത്ത വ്യക്തിയാണ് വിൽജാക്ക്. ആ വിൽജാക്കാണ് അവിടെ ഡെഡ് ബോഡിയായി കിടക്കുന്നത്. അവന്റെ മരണം ഒരു വൻ നഷ്ടമാണ്. ആർക്കാണെങ്കിലും അത് നഷ്ടമാണ്. അല്പനേരം വിൽജാക്കിന്റെ ബോഡിയിലേക്ക് നോക്കി നിന്നിട്ട് ആ മാസ്റ്റർ മകനും അവിടുന്ന് പുറത്തേക്ക് കടന്നു. അവര് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കൽ എത്തിയതും തിരിഞ്ഞ് സൂക്കിനെ നോക്കിയിട്ട് സൂക്കിനോട് പറഞ്ഞു, ഞങ്ങൾ ഇമോട്ടൽ സ്ലൈങ് സെക്ഷൻ വരെ ഒന്ന് പോയി നോക്കാം. നീ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണമല്ലോ. നീ എന്തായാലും ഇവിടെ ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞിട്ട് ആ ടീം അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. ശരിക്കും അവരുടെ സംഭാഷണവും അവരുടെ വരവും ഒക്കെ മാർക്ക് ഫെല്ലർ കൃത്യമായി അറിയുന്നുണ്ട്. മാർക്ക് 46ാമത്തെ ഗോൾഡൻ കോർ കഴിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ മാർക്ക് 6ഓ 7ഓ പിൽസും കഴിച്ചിട്ടുണ്ട്. മാർക്കിന് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്ക് ഫെല്ലർ ശരിക്കും ബ്രേക്കിങ്ങിന്റെ അവസാന പോയിന്റിൽ എത്താറായി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ശബ്ദം പുറത്ത് കേട്ടത്. മാർക്കിന് ഇപ്പോൾ വളരെ വ്യക്തമായ ശ്രവണശേഷിയുണ്ട്. മാർക്ക് തന്റെ ആ കേൾക്കാനുള്ള കഴിവിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് സൂക്കുരനും ആ അംഗങ്ങളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും സൂക്കുരൻ മാർക്കിന്റെ വാതിലിനടുത്തെത്തി. അകത്തുള്ള മാർക്കിനോടായി സൂക്കുരൻ പറഞ്ഞു, മാർക്ക് വേഗം ബ്രേക്ക് ചെയ്യ്, അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ്. മാർക്ക്, ഞാൻ പറഞ്ഞ കാര്യം അവർ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരെ ഇമോട്ടൽ സ്ലീങ് സെക്ഷനിലേക്കാണ് ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അവര് കഥ മനസ്സിലാക്കും. മാർക്ക് പ്ലീസ് പ്ലീസ് വേഗം. അങ്ങനെ സ്യൂക്കുനൻ പറഞ്ഞിട്ട് വീണ്ടും ഹാളിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഒരു പില്ല് കൂടി കയ്യിലെടുത്തു. മാർക്ക് അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ആ പില്ല് മാർക്ക് അങ്ങ് വിഴുങ്ങി. ആ നിമിഷത്തിൽ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ ഒരിക്കൽ കൂടി തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് ആ മാസ്റ്ററും മകനുമാണ്. ശബ്ദം കേട്ട് സ്യൂക്കുനൻ ആ ഭാഗത്തേക്ക് ഓടി വരുമ്പോൾ അവൾ കാണുന്നത് മാസ്റ്ററേയും മകനെയാണ്. അവരോടായി സ്യൂക്കുനൻ ചോദിച്ചു, എന്തു പറ്റി? ഏയ് സ്യൂക്കുനൻ, മാർക്ക് എന്താ നിന്നെ കൊല്ലാത്തത്? ഈ കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.